हरे कृष्णा। जयो राधा माधव कुंज विहारी गोपीजन वल्लभा गिरिवरधारी। जयो राधा माधव कुंज विहारी गोपीजन वल्लभा गिरिवरधारी। यशोदनंदन व्रज जन रंजन यशोदनंदन व्रज जन रंजन यमुनतिरवनचारी। जयो राधा माधव कुंज विहारी गोपीजनवल्लभा गिरिवर धारी। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ഓം നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരതേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മുഖം കരോതി വാചാലം പങ്കം ലങ്കായതേ ഗിരി. യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യൈശ്വരം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനി നാമിനെ നമാചാര്യായ പദായ നിത്യായ കൃപാപ്രദായ ഗൗരഗദാമോദായ നഗരഗ്രാമതാരിണി. നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷാശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തത്സത്. യോന്ത പ്രവശ്യ മമ വാച വിവാം പ്രസുത്താം സഞ്ജീവനത്യഖിലശക്തിധരസ്സുതാംന അന്യാംസ്തഹസ്തചരണശ്രവണാത്തുകാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ശശികല മാതാജി. ഹരേ കൃഷ്ണ. യമുന മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ആൾക്കാരെ കുറവാണ്. എല്ലാവരും ഇനി അറിഞ്ഞില്ലയോ ആവോ, മറന്നു പോകുന്നവരുണ്ട്. ചിലരൊക്കെ പറയുന്നുണ്ട് ആ സമയം അങ്ങ് കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇതിന്റെ വാട്സാപ്പിൽ അതിന്റെ യൂട്യൂബിന്റെ ലിങ്ക് കാണുമ്പോഴാണ് ഓർക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞ് ഓരോരുത്തരും പറയാറുണ്ട്. ഭാഗവതം കേൾക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് ആ സമയമാകുമ്പോൾ മറന്നു പോകുന്നു, മറവി. അപ്പൊ അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് ഭാഗവതത്തിലേക്ക് കിടക്കാൻ കാര്യം സമയം വളരെ ലിമിറ്റഡ് ആണ്. അപ്പം നമ്മള് ഒന്നാമത്തെ കാണ്ഡവില് 12 കാണ്ഡങ്ങളുള്ള ശ്രീമദ് ഭാഗവത്തിൽ ഒന്നാമത്തെ കാണ്ഡവില് ഒന്നാമത്തെ അധ്യായത്തില് കുറെ ശ്ലോകങ്ങളൊക്കെ എടുത്തു. 11 വരെയുള്ള ശ്ലോകങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ അതില് ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ശ്ലോകങ്ങൾ. അപ്പൊ അതിൽ നമ്മൾ ആദ്യത്തെ 3 കാറ്റഗറി കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കാര്യം ചർച്ച ചെയ്യാനെടുക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് ഒരുപാട് ഹിസ്റ്റോറിക് ഇവന്റ്സ് ഒക്കെ നടന്ന സ്ഥലങ്ങളായിരിക്കണം. അതുപോലെ തന്നെ അതിന് മറ്റ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുള്ള സ്ഥലമായിരിക്കണം. കാര്യം എയറിൽ തന്നെ എന്താണ്, ഈ മൈക്കൊന്നും ഇല്ലാതെ ഒരു 10,000-15,000 പേര് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഇവിടെ പറയുന്ന ആൾക്ക് അവിടെ കേൾക്കണമെങ്കിൽ ഈവൻ എയർ പോലും കൂടെ, ആചാര്യന്മാർ അതാണ് പറയുന്നത്, ആ എയർ പോലും കൂടെ റെസിപ്രോക്കേറ്റ് ചെയ്യും, ഈ തരംഗങ്ങളെ കൊണ്ടുപോകും. അത്രയ്ക്കാണ് വൃക്ഷലതാദികള്, അതുപോലെ വായു, അങ്ങനെയൊക്കെയുള്ള എല്ലാ പഞ്ചഭൂതങ്ങളടക്കം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവർ തിരഞ്ഞെടുത്തത്. അത് ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ അവസ്ഥ എന്നൊന്നും അറിയില്ല. കാര്യം നേരത്തെ കാര്യമാണിത്. ഭാഗവതം ശരിക്കും ഈ സുതഗോസ്വാമി അവതരിപ്പിച്ച സമയത്തെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം
അതിൻ്റെ വ്യാസാസനത്തിൽ ഇരിക്കാനുള്ള ആളുടെ യോഗ്യത, അത് കേൾക്കാനുള്ള ആൾക്കാരുടെ യോഗ്യത, അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ എന്താണ് അത് കേൾക്കാനുള്ള ആൾക്കാർ ചോദ്യം ചോദിക്കേണ്ടത് എങ്ങനെയാണ്, ഏത് വിധമാണ്, വളരെ എളിമയോടെ ലാളിത്യത്തോടു കൂടി, അതായത് ഇത് എടുക്കുന്ന ആൾക്ക് അറിയാനായിട്ട് ഇതറിയാമോ, അദ്ദേഹത്തിന് നോളേജിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചേക്കാം. അങ്ങനെയൊന്നുമല്ല, ശരിക്കും നമുക്ക് എന്താണോ അറിയാൻ ആഗ്രഹമുള്ളത്, അങ്ങനെ പരമസത്യത്തെ പറ്റി ഉള്ള കാര്യങ്ങൾ വളരെ എളിമയോടുകൂടി, അതായത് വളരെ ഉത്സാഹത്തോടു കൂടിയും ചോദിക്കണം. അല്ലെ, എന്തിനേലും വേണ്ടി ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ട് ലീവ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. വളരെ ഉത്സാഹത്തോടു കൂടി ചോദിച്ച് മനസ്സിലാക്കി അത് ഗ്രഹിച്ച് സംശയമന്യേ പരമസത്യത്തിലേക്ക് നമ്മൾ എന്താണ് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കണം. ഇതാണ് അതിന്റെ ഉദ്ദേശം. ഈ ചോദ്യോത്തരം ത്തിന്റെ ഉദ്ദേശം തന്നെ അതാണ്, അല്ലെ. സംശയങ്ങൾ തീർന്ന് 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 നമ്മൾ എന്താണ് പരമസത്യത്തെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ 13ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1, അധ്യായം 1, ശ്ലോകം 13. തന്ന ശുശ്രൂഷമാണാനാം മർഹസ്യങ്കാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യങ്കാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ശ്ലോകം 13. തന്ന ശുശ്രൂഷാമാണാനം ആമർഹസ്യങ്ങാനുവർണിതം യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. പ്രഭു, ഒരു സംശയം ചോദിച്ചോട്ടെ. ശ്ലോകം 12 എടുത്തായിരുന്നോ? ഇല്ലായിരുന്നു കേട്ടോ. മാതാജി പറഞ്ഞു തന്നാൽ 12, 13, 14 ആയിരുന്നല്ലേ. താങ്ക് യു മാതാജി. അപ്പൊ നമ്മൾ നേരെ 12ലേക്ക് കിടക്കാണ്. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാൻ. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാൻ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി, 12ാമത്തെ ശ്ലോകം. ഞാൻ കണക്ക് കൂട്ടിൽ തെറ്റിപ്പോയി. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വാസുദേവസ്യ ജാതോ യസ്യ ചികീർഷയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജാതിക മാതാജി. പ്രഭു, ഞാൻ വായിക്കും, കേൾക്കുന്നുണ്ട് പ്രഭു, ഒത്തിരി തിരക്കിലാണ്. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വസുദേവസ്യ ജാതാ യസ്യ ചികീർഷയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭാത്. അല്ലയോ സൂത ഗോസ്വാമി, ജാനാസി അങ്ങ് അറിയുന്നു, ഭദ്രന്തേ സർവാനുഗ്രഹങ്ങളും അങ്ങേക്ക് ഭഗവാൻ പരമദിവ്യോത്തമകൃഷ്ണനായ ഭഗവാൻ സാത്വത്വം ശുദ്ധഭക്തന്മാരുടെ പതി സംരക്ഷകൻ ദേവക്യാം ദേവകിയുടെ ഗർഭപാത്രത്തിൽ വസുദേവരാൽ ജാതനായി യസ്യ ലക്ഷ്യം ചികിത്സയ നിർവഹിക്കാൻ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. അല്ലയോ സൂത ഗോസ്വാമി, അങ്ങേക്ക് സർവമംഗളങ്ങളും നേരുന്നു. വസുദേവ തനയനായി പരമദിവ്യോത്തമ പുരുഷൻ ദേവകി ഗർഭത്തിൽ ആവിർഭവിച്ചതിന്റെ മുഖ്യ ഉദ്ദേശം താങ്കൾ അറിയുന്നു. ഹരേ കൃഷ്ണ. യമുന മാതാജി, അതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ.
ഭഗവാൻ എന്നാൽ ധനം, ശക്തി, കീർത്തി, സൗന്ദര്യം, ജ്ഞാനം, പരിത്യാഗം എന്നീ സർവ്വതിന്റെയും നിയന്താവായ സർവശക്തനായ ഈശ്വരൻ എന്നർത്ഥം. ശുദ്ധഭക്തരുടെ സംരക്ഷകനാകുന്നു അവിടുന്ന്. ഭഗവാൻ എല്ലാവരോടും സമഭാവനയാണെങ്കിലും സ്വഭക്തരോട് അവിടുന്ന് ഒരു പ്രത്യേക ചായ്വുണ്ട്. സത്ത് എന്നാൽ നിരപേക്ഷ സത്യമെന്നർത്ഥം. നിരപേക്ഷ സത്യത്തെ സേവിക്കുന്നവരെ സാത്വതന്മാർ എന്ന് അഭിസംബോധന ചെയ്യുന്നു. അത്തരം ശുദ്ധഭക്ത സംരക്ഷകനായ ഭഗവാൻ സാത്വതാരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭദ്രന്തേ അഥവാ സർവമംഗളങ്ങളും അങ്ങേക്ക് ഭവിക്കട്ടെ എന്ന് സന്യാസി ശ്രേഷ്ഠൻ സംബോധന ചെയ്തതിൽ പ്രഭാഷകനിൽ നിന്നും നിരപേക്ഷ സത്യത്തെ സംബന്ധിച്ച് അറിയാനുള്ള ഉത്കണ്ഠ വ്യക്തമാക്കുന്നു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വസുദേവ പത്നിയായ ദേവകിയിൽ അവതരിച്ചു. പരമപുരുഷന്റെ ആവിർഭാവം സംഭവിക്കുന്ന അതീന്ദ്രിയാവസ്ഥയുടെ പ്രതിരൂപമാകുന്നു വസുദേവർ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ശ്ലോകവും ഭാവാർത്ഥം വളരെ വലുതാണെങ്കിലും ആചാര്യന്മാരൊക്കെ 2-3 ദിവസം എടുക്കാനായിട്ടുള്ള ഒരു ശ്ലോകം ഉണ്ട് ഇത്. കാര്യം ഇവിടെ ആ ചോദിച്ചിരിക്കുന്ന ഋഷിമാര് ചോദിച്ചത് എന്താണ്? അല്ലയോ സൂതഗോസ്വാമി, അങ്ങേക്ക് സർവമംഗളങ്ങളും നേരുന്നു. അപ്പൊ നമ്മള് അതായത് ഈ വ്യാസാസനത്തിൽ ഇരിക്കുന്ന ആൾക്ക് സർവമംഗളങ്ങളും നേരുവാണ് മറ്റേ ചോദിക്കുന്ന ഋഷിമാര്. അപ്പം അവര് പറയാണ്, വസുദേവ തനയനായി പരമദിവ്യോത്തമ പുരുഷൻ ദേവകീ ഗർഭത്തിൽ ആവിർഭവിച്ചതിന്റെ മുഖ്യ ഉദ്ദേശം താങ്കൾ അറിയുന്നു. അപ്പം പരമസത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു, സത്യം പരം ധീമഹി. ആരാണ്? ഓം നമോ ഭഗവതേ വാസുദേവായ. ആരാണ് പരമസത്യം? വസുദേവരുടെ തനയനായിട്ട് ദേവകിയുടെ ഗർഭത്തിൽ അവതരിച്ച ഭഗവാനാണ് പരമസത്യം. അത് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ പരമസത്യമായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം മിഥ്യയാണ്. കാര്യം അത് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ, അല്ലെ? തുടക്കവും ഒടുക്കവും ഇല്ല. അദ്വൈതം അച്യുതം അനാദിം അനന്തരൂപം ആദ്യം പുരാണ പുരുഷം നവ യൗവനം ച വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തൗ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അപ്പം ബ്രഹ്മസംഹിതയില് ബ്രഹ്മദേവൻ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ്? അദ്വൈതം അച്യുതം അനാദിം അനന്തരൂപം. അദ്വൈതനാണ്, അല്ലെ? രണ്ടല്ല, ഒന്നാണ്, അല്ലെ? ഒരുപാട് പേരൊന്നുമില്ല, ഒറ്റയാള് തന്നെയാണ്, അല്ലെ? അച്യുതനാണ്, ഒരിക്കലും വീഴ്ച പറ്റാത്ത ആളാണ്. ആദ്യം തുടക്കമുണ്ടോ അവസാനമുണ്ടോ? അനാദിയും അനന്തരൂപം, അതായത് ഒരുപാട് രൂപങ്ങളിലും അദ്ദേഹം ഉണ്ട്. പക്ഷെ അദ്ദേഹം അത്ര വിസ്തൃതനുമാണ്, അല്ലെ? മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന അനാദിയും അനന്തരൂപം. ആദ്യം പുരാണ പുരുഷം. അദ്ദേഹത്തിന് അച്ഛനും അമ്മയും ഉണ്ടോ? ഇല്ല. ആദ്യത്തെ പുരാണ പുരുഷനാണ്, എല്ലാവരുടെയും അച്ഛനും അമ്മയാണ്, അല്ലെ? ആദ്യം പുരാണ പുരുഷൻ നവയൗവനം ച. പക്ഷെ എപ്പോഴും അദ്ദേഹം എന്താണ്? 16 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സുള്ള ഒരു പുരുഷന്റെ അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്, അല്ലെ? അദ്ദേഹത്തിന് ഒരിക്കലും പ്രായം ചെല്ലുന്നുമില്ല. ആദ്യം പുരാണ പുരുഷൻ നവ യൗവനം ച വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തോ. വേദങ്ങളിലൊക്കെ പരതി നോക്കിയാലോ നമുക്ക് അദ്ദേഹത്തിനെ കാണാനായിട്ട് പറ്റില്ല. കാര്യം നമ്മൾ പറഞ്ഞു, വേദങ്ങളിലൊക്കെ നമ്മൾ ഭഗവാന് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, അല്ലെ? ഉപനിഷത്തുകളിലും ഒക്കെ ഈശോപനിഷത്തിൽ ഈശ്വരനും അദ്ദേഹത്തിന് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ പല കാര്യങ്ങളും പേര് പറയുന്നില്ല. ഭാഗവതത്തിലാണ് അത് ഇന്ന ആളാണെന്ന് പറയുന്നത്, അല്ലെ? അപ്പം വേദേഷു ദുർലഭം അതുർലഭം ആത്മഭക്തോ. പക്ഷെ ആത്മഭക്തന്മാർക്ക് അദ്ദേഹത്തെ പറ്റി നന്നായിട്ട് അറിയാം. അവർക്ക് മാത്രമേ അദ്ദേഹത്തെ അറിയാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ എന്താണ്? അദ്ദേഹം ചെയ്ത കാര്യങ്ങളും ഒക്കെ തന്നെ നിരൂപിക്കുകയാണ്, അല്ലെ? ആത്മഭക്തോ ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. അങ്ങനെയുള്ള ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലെ? അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് വസുദേവതനയനായി എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഭഗവാൻ അച്ഛനുണ്ടോ? എത്ര പേര് ഭഗവാൻ അച്ഛനുണ്ടെന്ന് വിശ്വസിക്കുന്നു? കൈപൊക്കുക. ഭഗവാൻ അച്ഛനും അമ്മയും ഉണ്ടോ? മാതാജി പറയുന്നത് കേൾക്കുന്നില്ല. ഭഗവാന് ഭൗതികത്തില് വന്നപ്പം വസുദേവരുടെ മകനായിട്ട് വന്നു. അല്ലാതെ ഭഗവാൻ തന്നെ, അച്ഛനും അമ്മയൊന്നും ഇല്ല. സ്വയം അതുകൊണ്ടാണ് നമ്മൾ സ്വയം ഭഗവത്ഗീതയിൽ തന്നെ നമ്മൾ ആ ശ്ലോകം നമ്മൾ പലതവണ എടുത്ത ആ ശ്ലോകം, അവജാനന്തി മാമൂഢാം മനുഷ്യൻ തനുമാശ്രിതം അഹം പരം ഭാവം അജാനന്ദവും മമ ഭൂതം മഹേശ്വര എന്ന ശ്ലോകം. ഞാനിപ്പോ ശ്ലോകം നമ്പർ ഓർക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തേ മൊബൈലിൽ നിന്ന് ശ്ലോകം നമ്പർ കിട്ടും. അവജാനന്തി മാമൂഢാം,
അതായത് മനുഷ്യരൂപത്തിൽ അവതരിച്ച എന്നെ മൂഢരായിട്ടുള്ള വ്യക്തികള് എന്ത് വിളിച്ചു? ഇന്ന ആൾക്കാരുടെ മകനാണ് ഞാൻ, മനുഷ്യരൂപത്തിൽ ഒരു കാലിച്ചക്കനായിട്ട് ഒരു ഇടയ ബാലകനായി ജനിച്ചു എന്ന് അവര് തെറ്റിദ്ധരിച്ചു. ഞാൻ വെറും ഒരു മനുഷ്യനാണെന്നല്ലേ, ഒരു ഇടയ ബാലകനാണെന്ന് തെറ്റിദ്ധരിച്ചു. അതായത് വെണ്ണയൊക്കെ കട്ടെടുത്ത് ഇങ്ങനെ നടക്കുന്ന, ഒരു കുസൃതിയൊക്കെ കാണിച്ച് നടക്കുന്ന, പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു മോഷ്ടാവായിട്ടൊരു ആളായിട്ട് തെറ്റിദ്ധരിച്ചു. അവജാനന്തി മാമൂടാം, മനുഷ്യ രൂപത്തിൽ അവതരിച്ച എന്നെ, മാനുഷ്യൻ തനുമാശ്രിതം പരംഭാവം അജാനന്തോ. ഇങ്ങനെയുള്ളവർക്ക്, നമ്മളെ പോലുള്ള അങ്ങനെയുള്ളവർക്ക് എന്താണ്? എന്റെ പരംഭാവം അറിയാനായിട്ട് സാധിക്കുന്നില്ല. പരംഭാവം അജാനന്തോ, എന്തുകൊണ്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല? മമ ഭൂതം മഹേശ്വര, ഞാൻ വെറും സാധാരണക്കാരനല്ല, സർവ്വ ജീവജാലങ്ങളുടെയും മഹേശ്വരനാണ്. ഈശ്വരനും പോലും അല്ല, ഞാൻ മഹേശ്വരനാണ്. ഐ ആം ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. ഞാൻ വെറും സാധാരണക്കാരനാ അല്ല. ഇതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അപ്പൊ അതുകൊണ്ട് ദേവകിയുടെയും വസുദേവരുടെയും ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് ജനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഒരു ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? അത് പാടാൻ അറിയാവുന്നവർക്ക് നന്നായിട്ട് പാടാൻ അറിയാം. എനിക്ക് കളറാകൊക്കെയാണ്. എന്ന തവം ചെയ്തവനേ യശോദ, പിന്നെ എങ്ങും നിറയും പരബ്രഹ്മം അമ്മ എന്നാണ് ബാക്കി പറയുന്നത് അല്ലേ? ആർക്കും അറിയാവുന്ന ഈ പാട്ട് പാടാനായിട്ട്? ആർക്കും അറിയില്ല. കേട്ടിട്ടുണ്ട്, അറിയാൻ വയ്യ. ഇല്ല പ്രഭു, വേറൊരു ദിവസം ഞാൻ ചൊല്ലാം. ഇന്ന് 4 ലൈനൊന്ന് മൂളിയാ മതി മാതാജി. ഇപ്പൊ നമ്മള് സന്ദർഭത്തിലല്ലേ, അതുകൊണ്ടാ. ഒരു മിനിറ്റ്. ആ. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്? യശോദ എന്ത് ഭാഗ്യം ചെയ്തു! അഹോഭാഗ്യം അഹോഭാഗ്യം എന്നാണ് ബ്രഹ്മദേവൻ നമ്മളുടെ ഈ പറയുന്ന ഇതില്ലാതെ പറയുന്നത്. ഭാഗവത്തില് ബ്രഹ്മവിമോഹന ലീല നടന്നപ്പോൾ പറഞ്ഞ അഹോഭാഗ്യം, ഈ യശോദ ആകാനായിട്ടുള്ള ഭാഗ്യം ഈ യശോദയ്ക്ക് എങ്ങനെ കിട്ടി? ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെ ഈ ഭാഗ്യം കിട്ടി? അല്ലേ? ഒരു വെറും സാധാരണക്കാരിയായിട്ടുള്ള ഒരു ഇടയ കുടുംബത്തിൽ ജനിച്ചു. അതുപോലെ തന്നെ ഒരു ഗോപാലകന്റെ ഭാര്യയായ ഈ സ്ത്രീക്ക് എങ്ങനെ ഭാഗ്യം കിട്ടി? ഈ ചൊല്ലട്ടെ. ആ പറഞ്ഞു. ഹരേ കൃഷ്ണ. என்ன தவம் செய்தனே யசோதா, என்ன தவம் செய்தனே யசோதா, எங்கும் நிறை பரபிரம்மம் அம்மாவென்னழைக்கா, எங்கும் நிறை பரபிரம்மம் அம்மாவென்னழைக்கா, என்ன தவம் செய்தனே யசோதா, என்ன தவம் செய்தனே. യശോദ ആ ബാക്കി വായിച്ചോളൂ. ஈரேழு புவனங்கள் படைத்தவனே, ஈரேழு புவனங்கள் படைத்தவனே, கையிலேந்தி சீராட்டி பாலூட்டி தாளாட்டனே, என்ன தவம் செய்தனே யசோதா, என்ன தவம் ചെയ്തനേ. മതിയോ? പിന്നെ ഒരു ദിവസം ഫുൾ പാട്ട്. അതെ അതെ. അപ്പം മാതാജി പറഞ്ഞ യശോദ എന്ത് തപമാണ് ചെയ്തത്? എന്ത് തപസ്സാണ് യശോദ ചെയ്തത്? അതായത് എങ്ങും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മത്തിന്റെ അമ്മയാകുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമാണോ? എത്രയോ ഋഷിമാര് ലക്ഷക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്തിട്ട് പോലും സിദ്ധിക്കാത്ത ഒരു ഭാഗ്യമാണ് യശോദയ്ക്ക് സിദ്ധിച്ചിരിക്കുന്നത്. അപ്പൊ ആ ബ്രഹ്മദേവൻ പറയുന്ന ആ യശോദയ്ക്കുള്ള ഭാഗ്യം, അഹോ ഭാഗ്യം, എന്തൊരു ഭാഗ്യമാണ്! കാര്യം പരബ്രഹ്മത്തെ എന്താണ്, ഒരു വടിയുടെ ഒരു മയിൽപ്പീലി കയ്യിലെടുത്തിട്ട് പരബ്രഹ്മത്തിനെ എന്താണ് 14 ലോകങ്ങൾ പടച്ചവനെ എന്താണ് പേടിപ്പിക്കുകയാണ് അല്ലെ? ഒരു മയിൽപ്പീലി എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു വടിയുടെ ചെറിയൊരു ചുള്ളിക്കമ്പ് എടുത്തിട്ട് പേടിപ്പിക്കുകയാണ്. ആ പരബ്രഹ്മം പേടിച്ചു നിൽക്കുന്ന കാഴ്ച കാണാനായിട്ട് എന്ത് ചെയ്തു? ആകാശചാരികളായിട്ട് സർവ്വ പ്രപഞ്ചങ്ങളിലുള്ള ദേവീദേവന്മാര് വന്ന് നോക്കി നിൽക്കുകയാണ് അല്ലെ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലെ? ലോകത്തെ മുഴുവൻ ഉദരത്തിൽ ധരിച്ചിരിക്കുന്ന ആ ദാമോദരന്റെ ഉദരത്തിൽ കയറിട്ട് കെട്ടി ബന്ധിക്കാൻ സാധിക്കുന്നു.
എങ്ങനെ ഇത് സാധിക്കുന്നു? ഈ ഒരു സാധാരണ ഒരു സ്ത്രീക്ക്, അതായത് കൃഷ്ണൻ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്ന ഭാവം, കണ്ണികൂടെയൊക്കെ വെള്ളം വന്ന് ഇങ്ങനെ ചൊറിഞ്ഞു നിൽക്കുന്നൊക്കെ ആ ഒരു ഭാവം കാണാനായിട്ട് ലോകത്തെ മുഴുവൻ ഈ കർമ്മബന്ധങ്ങളാകുന്ന കയർ കൊണ്ടിട്ട് വരിഞ്ഞു മുറിക്കുന്ന ആളെ ഇവിടത്തെ ഒരു സാധാരണ ഒരു ആ, ഒരു ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു? ഉരുളയിലിട്ട് കെട്ടിയിടുന്നു, ശാസിക്കുന്നു, അടയ്ക്കുന്നു. അപ്പൊ ഈ പരബ്രഹ്മമായിട്ടിരിക്കുന്ന ഈ സർവ്വ ലോകങ്ങളെ പടച്ചവൻ എന്ത് ചെയ്യുന്നു? പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നു. ഈ കാഴ്ച കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താണ്, അത്യപൂർവമാണ്. അപ്പൊ അത് എന്താണ്, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു യശോദയുടെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ദേവകി, വസുദേവര്, ഇവരൊക്കെ എന്താണ് ഈ ഒരു ജന്മത്തിൽ അവർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയ കാര്യം? അവര് എന്താ, കശ്യപ പ്രജാപതിയും അതിഥിയുമാണ്. വർഷങ്ങൾ ചെയ്ത തപസ്സിന്റെ ഫലമായിട്ട് അവർക്ക് 3 ജന്മങ്ങളിൽ ഭഗവാൻ എന്താണ് മകനായിട്ട് വന്ന് പിറക്കാനായിട്ട് കിട്ടിയ ഇതാണ്. പക്ഷെ അവർക്ക് അതിന്റെ ആ ഭഗവാന്റെ ബാലലീലകൾ മുഴുവൻ ആസ്വദിക്കാനായിട്ടൊന്നും പറ്റിയില്ല. അത് യശോദയ്ക്കും നന്ദഗോപർക്കുമാണ് ആ ഒരു ഭാഗ്യം മുഴുവനും കിട്ടിയത്. അപ്പൊ ഇങ്ങനെ എന്താണ്, വസുദേവ സുതനായി പരമദിവ്യോത്തമ പുരുഷൻ ദേവകീ ഗർഭത്തിൽ ആവിർഭവിച്ചതിന്റെ മുഖ്യ ഉദ്ദേശം താങ്കൾ അറിയുന്നു. എന്താണ് ഭഗവാൻ അവതരിച്ചതിന്റെ ഉദ്ദേശം? ആർക്കാണ് പറയാൻ പറ്റുന്നത്? യഥാ യഥാ ഹി കർമ്മങ്ങൾ ആ, പറഞ്ഞോളൂ. അധർമ്മസ്യ യഥാ യഥാ ഹി അധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മ്യാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത കർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ അവതരിച്ചതിന്റെ ഉദ്ദേശം ഭഗവാൻ ഇവിടെ പറയുവാണ്. ഇവിടെ തന്നെ 4-ാമത്തെ അധ്യായത്തിൽ അതീന്ദ്രിയ ജ്ഞാനത്തില് പറഞ്ഞിരിക്കുവാണ്. 4-ാമത്തേതിൽ എനിക്ക് 6, 7 ആണെന്നാണ് എൻ്റെ ഓർമ്മ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എന്താണ്? എപ്പോഴൊക്കെ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നുവോ, അധർമ്മം തഴച്ചു വളരുന്നു, അപ്പോഴൊക്കെ എന്താണ്, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് ഭഗവാൻ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? എപ്പോഴൊക്കെ ധർമ്മത്തിന് നാശം സംഭവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ധർമ്മത്തിന് നാശം സംഭവിക്കുന്നു. പിന്നെ അടുത്തത് പറയുന്നത് എന്താണ്? പരിത്രാണായ സാധൂനാം. ആരാണ് സാധുക്കള്? തീരെ പാവപ്പെട്ടവരെയാണ് സാധുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇല്ല, ഭക്തന്മാരല്ലേ? ഭക്തന്മാര് ഭക്തന്മാര്. ഭക്തന്മാര് പരിത്രാണായ സാധൂനാം. എപ്പോഴാണ് ഭഗവാന്റെ ഭക്തർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നു? പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം. അപ്പൊ ദുഷ്കൃതങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും, അല്ലാതെ ആസുരിക ശക്തികളെയൊക്കെ നശിപ്പിക്കാനായിട്ടും ഭഗവാൻ അവതരിക്കുന്നു. അപ്പം ഭഗവാൻ ധർമ്മത്തിന് ച്യുതി സംഭവിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവതരിക്കും. ദുഷ്കൃതങ്ങളെ ഒടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിക്കും. ഭക്തജനങ്ങൾക്ക് എപ്പോഴാണ് വിഷമം നേരിടുന്നത്, അപ്പോൾ ഭഗവാൻ അവതരിക്കും. അപ്പം നമ്മൾ ഭക്തജനങ്ങളല്ലേ? നമുക്ക് വിഷമം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഭഗവാൻ, നമ്മൾ വിളിച്ചിട്ടും ഭഗവാനെ കണ്ടില്ലല്ലോ എന്നൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടാവും, അല്ലേ? അപ്പം നമ്മൾ ആലോചിച്ചാൽ മതി, ഞാൻ ശരിക്കുള്ള ഒരു ഭക്തനാണോ എന്ന് ആലോചിച്ചാൽ മതി, അല്ലേ? പക്ഷെ ഭഗവാൻ ഓൾറെഡി നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്, 4,32,000 വർഷം എത്തുന്ന സമയത്ത്, കലിയുഗം എത്തുന്ന സമയത്ത് ഭഗവാൻ എന്തായിട്ട് കൽക്കിയായിട്ട് അവതരിക്കും, അല്ലേ? അതിനു മുൻപേ തന്നെ ഭഗവാൻ 5550 വർഷം ഇപ്പോഴായി. ഒരു 550 വർഷങ്ങൾക്ക് മുൻപേ ഭഗവാൻ എന്ത് ചെയ്തു? ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള മാർഗം നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ വന്ന് പറഞ്ഞു തന്നു, അല്ലേ? നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു, ഈ കലിയുഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഒരേ ഒരു മാർഗം എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. ഇത് മാത്രമാണെന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തന്നു ഭഗവാൻ. അതുപോലെ തന്നെ ഭഗവാൻ നമുക്ക് ശ്രീമദ് ഭാഗവതം നമുക്ക് കൊണ്ടേ തന്നു. ഇതാണ് ഞാൻ ഗ്രന്ഥരൂപത്തിൽ ഞാൻ അവതരിച്ചിരിക്കുന്നു. ഇത് ഈ ഭാഗവതം പഠിക്കുക, ഭാഗവതം സ്മരിക്കുക, ഭാഗവതത്തിൽ ലയിക്കുക. അപ്പം നിനക്ക് എന്താണ്, എൻ്റെ അടുത്തേക്ക് വരാം. പിന്നെ അടുത്ത് എന്താണ് ഭഗവാൻ തന്നിരിക്കുന്നത്? ഞാൻ ശബ്ദരൂപത്തിൽ അവതരിച്ചിരിക്കുന്നു. അതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നത്. പിന്നെ അടുത്ത ഗ്രന്ഥരൂപത്തിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന ഭാഗവതം. അതുപോലെ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? നമ്മൾ കഴിക്കുന്ന അന്നത്തിന്റെ രൂപത്തിലും വന്നിട്ടുണ്ട്. ഏതാണ് അന്നത്തിന്? നമ്മൾ കൃഷ്ണപ്രസാദം, ഭഗവാൻ നിവേദിച്ചിരിക്കുന്ന അന്നത്തിന്റെ രൂപത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പ്രസാദമായിട്ട് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നു. അങ്ങനെ ഭഗവാന് ഓഫർ ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാലും എന്താണ്, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തത് എന്താണ്?
ഭഗവാൻ അതുപോലെ തന്നെ രണ്ട് ദിവ്യ നദികളുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഗംഗ, യമുന തീർത്ഥങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ തീർത്ഥങ്ങളിൽ കുളിച്ചു കഴിഞ്ഞാൽ മോക്ഷമാണ്. അതുപോലെ തന്നെ അങ്ങനെ ഭഗവാൻ പല അവതാരങ്ങളെയും നമുക്ക് ഇവിടെ തന്നു. കൃഷ്ണപ്രസാദമായിട്ടും ഹരേ ഹരിനാമമായിട്ടും ഭഗവാന്റെ വാണി കേട്ടിട്ട് നമ്മൾ അതേപടി ജീവിക്കുവാണെങ്കിലും നമ്മൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. വാണിയുടെ രൂപത്തിൽ, ശബ്ദത്തിന്റെ രൂപത്തിൽ ഓങ്കാരമായിട്ട്, കീർത്തനത്തിന്റെ രൂപത്തിൽ നാമസങ്കീർത്തനമായിട്ട്, അതുപോലെ മന്ത്രത്തിന്റെ രൂപത്തിൽ ഹരേകൃഷ്ണ മഹാമന്ത്ര ജപമായിട്ട്, അങ്ങനെയൊക്കെ ഭഗവാൻ നമുക്ക് എന്താണ് ഈ പറയുന്ന ദുഷ്കൃതിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള അവസരം തന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സാഹചര്യം വിനിയോഗിക്കുക. നമ്മൾ ഭഗവാൻ ശരിക്കും എന്താണ് ഓർക്കിലെത്രയും പേടിയാമിന്നിമേൽ കൽക്കിയായിട്ടവതരിക്കുന്നതും ഖഡ്ഗവുമേന്തി മ്ലേച്ഛരെയൊക്കെയും വെക്കം കൊൽവതും കാണേണം ഗോവിന്ദ. അപ്പൊ മ്ലേച്ഛന്മാരെ കൊണ്ട് ഈ ഒരു ഭൂതലം മുഴുവനും നിറഞ്ഞ് എന്താണ് ഭക്തന്മാരെ എല്ലാവരും അവർ ഉപദ്രവിച്ച് ഒരു പ്രത്യേക ഒരു എക്സ്റ്റന്റ് എത്തുന്ന സമയമാകുമ്പോൾ, നമ്മൾ പണ്ടുള്ള യുഗങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ദേവലോകമൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ ഒരുപാട് അക്രമങ്ങളൊക്കെ കാണിച്ചിട്ട് ദേവന്മാരൊക്കെ ഒരുപാട് നാൾ ഒളിവിലൊക്കെ താമസിച്ചിട്ട് അവസാന ഘട്ടത്തിലാണ് ഭഗവാൻ പുരുഷ സൂക്തമൊക്കെ ചൊല്ലി ഭഗവാനെ പ്രീതിപ്പെടുത്തി, പിന്നെ ഭഗവാൻ തോന്നുന്ന സമയത്താണ് ഭഗവാൻ അവതാരം എടുത്തിട്ട് അവരെ ഇല്ലാതാക്കുന്ന അസുരന്മാരെ. ഓരോ അവതാരങ്ങളിൽ നമുക്ക് കാണാം അല്ലെ. അതേപോലെ ഈ കലിയുഗത്തിൽ അങ്ങനെ ഒരു അവതാരം ഉണ്ടാകില്ല. കാര്യം അത് ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കുന്നു. മ്ലേച്ഛന്മാരെ കൊണ്ട് ഈ ഭൂതലം മുഴുവൻ നിറയും. ഇപ്പോഴും അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മ്ലേച്ഛന്മാര് ഏതു സ്ഥലത്തും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളപ്പം നമുക്ക് ഈ കിട്ടിയ അവസരം നമ്മൾ വിനിയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് നോക്കണം. ഈ ഒരു ഭൂമിയിൽ ഇനിയും ജനിക്കാനായിട്ട് ആർക്കാണ് താല്പര്യമുള്ളത്? എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഇനി ബാക്കി ഇവിടെ നിന്ന് ചെയ്യണമെന്ന് കൈപൊക്കുക. ഞാൻ അഭിയ മാതാജി, ആദ്യം കൈപൊക്കുന്ന മാതാജി അല്ലേ? മാതാജിക്ക് താല്പര്യമുണ്ട്. ഭഗവാന്റെ കാര്യം എന്തെങ്കിലും ചെയ്യണം താല്പര്യമുണ്ട്. ഭഗവാന്റെ കാര്യം ചെയ്യാനായിട്ട് വേണ്ടി ജനിക്കണമെന്ന്. അല്ല, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ ജീവിച്ചിരുന്നാ കൊള്ളാം. ജീവിച്ചിരിക്കണം, അല്ലെങ്കിൽ ജനിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോന്ന് എന്റെ ചോദ്യം മാതാജി കേട്ടില്ല. ഇല്ല, ജനിക്കണമെന്ന് ആഗ്രഹമില്ല. ഇനി വീണ്ടും ജനിക്കണം. അത് വേണ്ട. ബാക്കി എല്ലാരും കാണാത്തതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിരിക്കുന്നതുകൊണ്ട് വേണ്ട പ്രഭു, ഇത് ഈ ജന്മം തന്നെ മതിയായി. മതിയായി. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ്. അപ്പൊ അതിന്റെ നമ്മൾ പ്രാക്ടീസിലാണ് നമ്മൾ അല്ലെ, ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ്. കൃഷ്ണകുമാരി മാതാജിക്കോ? പ്രഭു, എനിക്ക് ഇനി ജീവിച്ചാലൊന്നും അല്ല, എനിക്ക് ഭഗവാന് വേണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇപ്പൊ. അന്നേരം എനിക്ക് ഭഗവാന് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്തെങ്കിലും ഭക്തിയുത സേവനങ്ങൾ എന്തെങ്കിലും ഒക്കെ. അതായത് മുന്നോട്ട് ജീവിച്ചാലാണ് അടുത്തൊരു ജന്മം വേണമെന്നാണ്. എന്താണ് മാതാജി ആഗ്രഹിക്കുന്നത്? ജന്മം വേണ്ട, അടുത്ത ജന്മം വേണ്ട, ഈ ജന്മത്തിലാണേലും എനിക്ക് അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. ഭഗവാന് വേണ്ടിയിട്ട് സേവ ചെയ്യണം അല്ലെ, നല്ല ആഗ്രഹമാണ്. അപ്പൊ നമ്മളെല്ലാവരും മാതാജിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. മാതാജി പൂർവാധിക ശക്തിയായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ മാതാജിയുടെ ആ ഒരു ഇത് ഓർമ്മ വേണം. കാര്യം മാതാജിക്ക് പൂർവാധികം ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. ഭഗവാനെ കാണാൻ വേണ്ടി ഒരു ക്ഷേത്രത്തിലേക്ക് പോയ വഴിക്കാണ് മാതാജിക്ക് ഇത് സംഭവിച്ചത്, ഈ സ്ട്രോക്ക് ഒക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും പ്രേയേഴ്സിൽ മാതാജി ഓർക്കണം, മാതാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പം മാതാജിയുടെ ഈ ഒരു ആഗ്രഹം ഭഗവാൻ സാധ്യമാക്കി തരും എന്നുള്ളത് ഉറപ്പാണ്. ആ ആഗ്രഹം നിർത്തുക. മാതാജിയുടെ ആഗ്രഹം ഭഗവാൻ കാണുന്നുണ്ട്, അത് തീർച്ചയായിട്ടും സാധിപ്പിച്ചോളൂ. തീർച്ചയായിട്ടും. അപ്പം നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ അടുക്കൽ നിവേദനം അർപ്പിക്കുക. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ധനം, ശക്തി, കീർത്തി, സൗന്ദര്യം, ജ്ഞാനം, പരിത്യാഗം. ഇത്രയും നമുക്ക് പലർക്കും ഉണ്ടാവും അല്ലേ. നമ്മൾക്കും കുറച്ച് ധനമുണ്ട്, ശക്തിയുണ്ട്, കുറച്ച് നമുക്ക് കീർത്തി ഉണ്ടായിരിക്കാം, കുറച്ചൊക്കെ സൗന്ദര്യം, ജ്ഞാനമുണ്ട്. പക്ഷെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെയൊക്കെ അങ്ങേയറ്റത്തെ മൂർത്തിഭാവമാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ധനികൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ സ്വത്തല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ സ്വത്തും ഈ ട്രഷർ, നമ്മൾ ഈ രത്നങ്ങളും ജുവൽസ് എന്നൊക്കെ പറഞ്ഞ് ഈ സമുദ്രങ്ങളടക്കത്തിലാണ് ഇതൊക്കെ ഉള്ളതല്ല, അതെല്ലാം ഭഗവാന്റെ ഉടമസ്ഥയിലാണ്. അപ്പോൾ ഇത് പരാശര മുനിയാണ്. ഒരാളെ ഭഗവാൻ എന്ന് വിളിക്കണമെങ്കിൽ അയാൾക്ക് മിനിമം ഈ 6 യോഗ്യതകള്, ഷഡൈശ്വര്യങ്ങൾ എന്ന് പറയും. ഈ ഷഡൈശ്വര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഈ ഷഡൈശ്വര്യങ്ങള് സാധാരണ രീതിയിലല്ല, അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ ഉണ്ടായിരിക്കണം.
അപ്പൊ ധനം, ശക്തി, ഭഗവാന്റെ അത്രയും ശക്തി. ഭഗവാനെ ആരെങ്കിലും പരാജയപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? ഒരിക്കലും ഭഗവാനെ ഒരാൾക്കും പരാജയപ്പെടുത്താനായിട്ട് സാധ്യമല്ല. പക്ഷെ പരാജയപ്പെടുത്തിയ ആൾക്കാരുണ്ട്. ഈ ഒരു തത്വങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ വരും അല്ലെ. ഭഗവാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ആരെ കൊണ്ടാണ് പറ്റുന്നത് ഭഗവാനെ പരാജയപ്പെടുത്താനുണ്ട്? ഭക്തന്മാരെ കൊണ്ട്. ഭക്തന്മാരെ കൊണ്ട്. അപ്പൊ ഒരു ഭക്തൻ പരാജയപ്പെടുത്തിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ആരാണ്? അംബരീഷനാണോ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അംബരീഷനാണോ? അംബരീഷൻ. അതെ, അംബരീഷൻ പരാജയപ്പെടുത്തി എന്ത് ചെയ്തു? ഭഗവാന്റെ സുദർശനം പോലും അംബരീഷന്റെ കയ്യിലായി. അംബരീഷന്റെ അതെ കയ്യിലാന്ന് അതെ പറഞ്ഞാൽ അതെ അതെ. അംബരീഷന്റെ അടുത്ത് കാവല് നിൽക്കുക, അംബരീഷന്റെ ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കാൻ വേണ്ടി. അംബരീഷൻ ഇതൊന്നും അറിയുന്നില്ല. പക്ഷെ സുദർശൻ ഓട്ടോമാറ്റിക്കലി അവിടെ വന്ന് നിൽക്കുക. അംബരീഷൻ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ പിന്നെ എന്ന് വിചാരിച്ചു. ഭീഷ്മരാണോ? ഭീഷ്മരാണോ? അല്ലല്ല, മറന്നുപോയി. സുധാമ. ആ ഭഗവാൻ എന്ത് വിചാരിച്ചു? സുധാമ ഇത്രയും നാളും ദരിദ്രനായിട്ട് കിടന്ന ആളല്ലേ. അപ്പൊ ഈ ദാരിദ്ര്യത്തിന് മറ്റേ കൊട്ടാര സദൃശമായ വീടൊക്കെ നൽകി അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു കഴിയുമ്പോൾ സുധാമ ഭഗവാന്റെ കൃഷ്ണഭക്തിയിൽ നിന്ന് വിട്ടുപോയിട്ട് ഈ സുഖസൗകര്യത്തിൽ ആർഭാടിച്ച് ജീവിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഭഗവാൻ രുക്മിണീദേവിയും സുധാമ ഈ ഒരു ഇതിൽ ഐശ്വര്യത്തിൽ മയങ്ങി വീഴുവോ എന്നൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുക. ദൂരദർശൻ കാണുന്ന മാതിരി ദ്വാരകയിൽ ഇരുന്നിട്ട് സുധാമപുരിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. നോക്കിക്കഴിഞ്ഞപ്പോൾ അവസാനം ഇവർ രണ്ടുപേരും, ഭഗവാൻ രുക്മിണീദേവി നാണം കെട്ടുപോയി. ഭഗവാൻ പറഞ്ഞു, ഞാൻ എന്താണ് ഭക്തന്റെ അടുക്കൽ ഞാൻ പരാജയപ്പെട്ടു, ഞാൻ പരാജയം സമ്മതിച്ചു. ഒരിക്കലും ഒരാൾക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത എന്നെ എന്ത് ചെയ്തു? സുധാമ പരാജയപ്പെടുത്തി. അപ്പൊ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ കാണാം. ഭഗവാൻ പരാജയപ്പെടുന്നത് ഭക്തന്മാരുടെ അടുക്കൽ മാത്രമാണ്. അവരുടെ നിർബന്ധത്തിന് ഭഗവാന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. നമ്മള് പാണ്ഡുരംഗ വിട്ടല ക്ഷേത്രത്തിലെ നാമദേവൻ എന്ന് പറയുന്ന ആ ഒരു ഭക്തൻ കുട്ടിയായിരുന്ന സമയത്ത് ഭഗവാൻ വന്ന് ഭക്ഷണം കഴിച്ച് മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഭഗവാൻ നേരിട്ട് വന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഭഗവാൻ എങ്ങനെയാണ് പ്രസാദം കഴിക്കുന്നത്? അങ്കാനിയസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി പശ്യന്തി പാന്തി കലയന്തി ചിരഞ്ജഗന്തി ആനന്ദ ചിന്മയ സദോജ്വല വിഗ്രഹസ്യ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഭഗവാന്റെ ഒരു ഇന്ദ്രിയം ഉപയോഗിച്ച് മറ്റു പല ഇന്ദ്രിയങ്ങളുടെയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പം ഒരംഗം ഉപയോഗിച്ചിട്ട് മറ്റു പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഭഗവാന്റെ ദൃഷ്ടി കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലെ. നമ്മൾ കൊടുക്കുന്ന നിവേദ്യത്തെ പ്രസാദമാക്കി മാറ്റുന്ന ഭഗവാന്റെ ഒരൊറ്റ ദൃഷ്ടിയിലാണ്, അറ്റ് എ ഗ്ലാൻസ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഭഗവാനാണ് അല്ലെ. അപ്പം ഭഗവാന്റെ ധനം, ശക്തി, അത്രയും ശക്തിയുള്ള ആളില്ല. അപ്പം അപരാജിതനാണ് നമുക്ക് മനസ്സിലായി അല്ലേ ശക്തിയില്. പിന്നെ കീർത്തി, ഭഗവാന്റെ അത്രയും കീർത്തിയുള്ള ആരാണ്? ഏത് ദേവന്മാരുണ്ടല്ലേ ഇത്രയും കീർത്തിക്കുന്ന ഒരാൾ? ഇത്രയും കീർത്തനങ്ങളുള്ള ഏതെങ്കിലും ദേവീദേവന്മാരുണ്ടോ? ഇത്രയും ശ്ലോകങ്ങൾ, ഇത്രയും നാമങ്ങൾ ഉള്ള മറ്റേതെങ്കിലും ദേവീദേവന്മാരുണ്ടോ? ഇത്രയും പര്യായങ്ങളുള്ളത് സഹസ്രനാമമാണല്ലേ. സഹസ്രനാമം എന്ന് പറഞ്ഞാൽ നമ്മള് 1000 നാമത്തിൽ ഒതുക്കിയിരിക്കുന്നതാണ്. ഭഗവാന്റെ നാമങ്ങൾ അനന്തമാണ്. അനന്തൻ 1000 തലയുള്ള നാവ് കൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ഭഗവാനെ കീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം പറഞ്ഞ നാമങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ അല്ലെ. എന്നിട്ടും ഭഗവാന്റെ നാമങ്ങൾ തീരുന്നുണ്ടോ? ഇല്ല, അനന്തമാണ്. നമ്മളുടെ ഇമാജിനേഷന്റെ അപ്പുറത്താണ്. അതുപോലെ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കീർത്തിയും അതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സൗന്ദര്യം, ഭഗവാന്റെ സൗന്ദര്യം എങ്ങനെയാണ്? കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. എന്താണ്? കോടിക്കണക്കിന് കാമദേവന്മാർ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സൗന്ദര്യത്തിന്റെ മുൻപിൽ അവർ തോറ്റുമടങ്ങി പോകും. കാര്യം എന്താണ്? ഭഗവാന്റെ സൃഷ്ടിയിലുള്ളതാണ് ഈ കാമദേവൻ അല്ലേ. അപ്പൊ കോടിക്കണക്കിനല്ല, എത്ര കോടി കാമദേവന്മാർ വന്നു നിന്നാലും ഭഗവാന്റെ ആ ഒരു രൂപമാധുരിയുടെ ഒപ്പം എത്തത്തില്ല, ഭഗവാന്റെ രൂപമാധുരി. അതുപോലെ തന്നെ ജ്ഞാനം, ഭഗവാന്റെ അത്രയും നോളേജ്. ഭഗവാൻ ഈ പറയുന്ന 64 ദിവസം നമ്മുടെ ഏത് മുനിയുടെ സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയി ഭഗവാനും ബലരാമനും സുദാമയും കൂടെ കൂടി വിദ്യ പഠിച്ചു അല്ലെ. 64 കലകള് 64 ദിവസം കൊണ്ട് പഠിച്ചു തീർത്തു. കാര്യം സാന്ദീപനി മഹർഷിക്ക് ഒരു റിവിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പോയതാണ്. കാര്യം ഭഗവാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ നോളേജ് ഒക്കെ എന്ത് ചെയ്തു? ഭഗവാൻ പഠിച്ചിട്ടുള്ള പരമ്പരകളായിട്ട് പകർന്നു കൊടുത്തിട്ടുള്ള ആ വിവരം സാന്ദീപനി മഹർഷിയിൽ നിന്ന് ഭഗവാൻ ഒന്നുകൂടെ കേട്ടു.
എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതായത് സർവ്വജ്ഞാനത്തിന്റെയും ഉറവിടമാണ് ഭഗവാൻ. അതുപോലെ തന്നെ പരിത്യാഗം, ഭഗവാന്റെ അത്രയും പരിത്യാഗം വേറൊരു വ്യക്തിയിലും ഇല്ല അല്ലേ? ആ പരിത്യാഗത്തിന്റെ ഉദാഹരണം പറയാൻ പറ്റുമോ? ആർക്കാ പറയാൻ പറ്റുന്നത്? ഗോപസ്ത്രീകളെ അവിടെ വൃന്ദാവനത്തിൽ ഉപേക്ഷിച്ചിട്ട് വൃന്ദാവനത്തിൽ ഭഗവാൻ ഗോപസ്ത്രീകളെ ഉപേക്ഷിച്ചിട്ട് പോന്നല്ലേ? അത്രയും വലിയ പരിത്യാഗം അല്ലെ? നമ്മളാണെങ്കിൽ പോവോ? ഈ ലീല ഈ ഗോപസ്ത്രീകളുടെ കൂടെ ഇങ്ങനെ നിന്ന് ഞാൻ എൻജോയ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഭഗവാൻ എങ്ങനെ നിന്നോ? ഭഗവാൻ ബാക്കി കർത്തവ്യങ്ങൾ ഒരുപാടുണ്ട്. അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് പിന്നെ മധുരയിൽ വന്നു. അതുപോലെ അച്ഛനും അമ്മയും 12 വർഷമായിട്ട് ജയിലിൽ കിടക്കുക അല്ലേ? ഭഗവാൻ ഉണ്ടായ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റി അല്ലേ? അമ്പാടിയിലേക്ക്. അപ്പൊ സ്വന്തം അച്ഛനും അമ്മയും കാരാഗ്രഹത്തിൽ കംസന്റെ ബന്ധനത്തിലേക്ക്, അവരെ മോചിപ്പിക്കണ്ടേ? അപ്പൊ ഇവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? ഭഗവാൻ എൻജോയ് ചെയ്താൽ മാത്രം മതിയോ? മറ്റുള്ള ഭക്തന്മാരുടെ കാര്യങ്ങളും കൊടുക്കണ്ടേ? പിന്നെ എത്രയോ പേര് ഭഗവാന്റെ അടുക്കൽ നിന്ന്, ഭീഷ്മദേവരടക്കം എത്രയോ പേര് ഭഗവാന്റെ അടുക്കൽ നിന്ന് മോക്ഷത്തിനായിട്ട് കാത്തിരിക്കുന്നു. അവരുടെ എല്ലാ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ഇത്രയും വലിയ പരിത്യാഗിയായിട്ടുള്ള ഒരാള് വേറെയില്ല. ഇനി സർവ്വതിന്റെ നിയന്താവായ സർവശക്തനായ ഈശ്വരൻ എന്നർത്ഥം. ഭഗവാൻ ശുദ്ധഭക്തരുടെ സംരക്ഷകനാകുന്നു. അത് നമ്മൾ കേട്ടു. പരിത്രാണായ സാധുവനാകുന്നു അല്ലെ? ഭഗവാൻ ഏവർക്കും അഭിമതമുള്ളവനാണെങ്കിൽ സ്വഭക്തരോട് സവിശേഷതമായ അമിതമായ ചായ്വ് ഉള്ളവനാകുന്നു. അതായത് നമ്മൾ ആ 2 ശ്ലോകങ്ങള് ഭഗവത്ഗീതയിലുണ്ട്. സമോഹം സർവഭൂതേഷു എന്ന് പറഞ്ഞൊരു ശ്ലോകം, നിങ്ങളത് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം. സമൂഹ സർവഭൂതേഷു. ഭഗവാൻ 2 സ്റ്റേറ്റ്മെന്റ് കോൺട്രഡിക്ടറി ആയിട്ട് പറയും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, ഓർമ്മയുണ്ടായിരിക്കും. ഞാൻ എല്ലാ ജീവജാലങ്ങളോടും സമഭാവനയാണ് എനിക്ക്, ഭഗവാൻ പറയുന്നു. പക്ഷെ കള്ളത്തരാണല്ലേ? ഭഗവാൻ പറയുമ്പോൾ നമ്മൾ സത്യമാണെന്ന് വിചാരിക്കും അല്ലേ? സമൂഹ സർവഭൂതേഷു, അതായത് ഞാൻ തന്നെയാണ് എല്ലാവരുടെയും സൃഷ്ടികർത്താവ്, ഞാൻ തന്നെയാണ് എല്ലാവരുടെയും പരംപിതാവ്. അഹം സർവസ്യ പ്രഭവോ അഹം ബീജപ്രദപിത, ഞാൻ എല്ലാവർക്കും ബീജം കൊടുത്ത ആളാണ്, പരംപിതാവാണ്. അതുപോലെ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും പുത്രന്മാരെ അല്ലെങ്കിൽ മക്കളെ വേർതിരിച്ച് കാണുമോ? കുറച്ച് കൂടുതൽ വാത്സല്യമൊക്കെ സ്നേഹവും കാണുമെങ്കിലും എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ സമൂഹ സർവഭൂതേഷു. പക്ഷെ പച്ചക്കള്ളാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ തിരിച്ചു പറയുകയാണല്ലേ, എന്താണ്? നമേ ഭക്ത പ്രണശ്യതി. അതുപോലെ തന്നെ വേറൊരു അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാം, ആ ശ്ലോകം ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് എൻ്റെ ശുദ്ധ ഭക്തരോട് ഒരല്പം ഇഷ്ടം കൂടുതലാണ്, വാത്സല്യം കൂടുതലാണ്. അല്പമല്ല, നല്ല പോലെയാണ് അല്ലേ? ഭഗവാന് ശുദ്ധ ഭക്തരോട് ഒരല്പമല്ല, ഭഗവാൻ അല്പം വാത്സല്യം കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്പമല്ല, അത് ഒരു കണക്കില്ലാത്ത പോലെ ഭഗവാൻ ശുദ്ധ ഭക്തരോട് ഭഗവാന് സ്നേഹം കൂടുതലാണ് അല്ലേ? അപ്പൊ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇത് രണ്ടും കൂടെ ഒരു കോൺട്രഡിക്ഷൻ വരികയല്ലേ നമുക്ക് തോന്നും. പക്ഷെ കോൺട്രഡിക്ഷൻ ഇല്ല. ഭഗവാൻ പറയുന്നതാണ് ധർമ്മം. എനിക്ക് എല്ലാ ജീവജാലങ്ങളോടും ഒരുപോലെയാണ്, സമഭാവനയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അതെന്താണ്? ധർമ്മസ്തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അത് ധർമ്മമാണ് എന്നുള്ള രീതിയിൽ നമ്മളത് മനസ്സിലാക്കണം. പിന്നെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു എന്താണ്? എനിക്ക് എൻ്റെ ഭക്തരോട്, ശുദ്ധ ഭക്തരോട് ഒരു കുറച്ച് വാത്സല്യം കൂടുതലാണ്. കുറച്ചല്ല എന്ന് നമുക്കറിയാം. ഭഗവാൻ അളവറ്റ സ്നേഹം കൂടുതലാണ്, ശുദ്ധഭക്തരോട് ചായ്വ് കൂടുതലാണ് അല്ലേ? അപ്പൊ അങ്ങനെ എന്താണ് സത് എന്നാൽ നിരപേക്ഷ സത്യം? എന്താ അർത്ഥം? നിരപേക്ഷ, അതായത് യാതൊരു ആപേക്ഷികതയുടെ അടിസ്ഥാനത്തിലല്ല അല്ലേ? ഒരു പ്രത്യേക ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിലല്ല ഭഗവാന്റെ ആ ഒരു സ്നേഹമല്ല. ഇപ്പൊ നിരപേക്ഷ സത്യസേവകരെ സത്വദാർ എന്ന് അഭിസംബോധന ചെയ്യുന്നു. മാത്രവുമല്ല അത്ര ശുദ്ധഭക്തൻ സംരക്ഷകനായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സാത്വത സംരക്ഷകൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഭദ്രം തേ അഥവാ സർവമംഗളങ്ങളും അങ്ങേക്ക് ഭവിക്കട്ടെ എന്ന് സന്യാസി ശ്രേഷ്ഠ സംബോധന ചെയ്തതിൽ പ്രഭാഷണങ്ങളിൽ നിന്ന് നിരപേക്ഷ സത്യത്തെക്കുറിച്ച് അറിയാനുള്ള ഉത്കണ്ഠ വ്യക്തമാക്കുന്നു. അപ്പൊ ഇവര് അത്യന്തം ഉത്കണ്ഠാഭരിതരാണ്. കാര്യം അവർക്ക് നിരപേക്ഷ സത്യത്തെപ്പറ്റി, ആ പരമസത്യത്തെപ്പറ്റി ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ വളരെ ജിജ്ഞാസുക്കളാണ് അല്ലെ? അങ്ങനെ ജിജ്ഞാസയുള്ള മനസ്സിലേക്ക് നമുക്കൊരു ഈ ജ്ഞാനം ഇത് പകർന്നു കിട്ടുവാണെങ്കിൽ അവരെത്ര നന്നായിട്ട് അത് ആസ്വദിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. സാധാരണ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ആരുടെയും താല്പര്യത്തിന് വന്ന് ഉന്തിയും തള്ളി സത്സംഗങ്ങളൊക്കെ വിട്ട് പോകുന്നവരുടെ കാര്യം നമ്മൾ 1-2 ക്ലാസ് കൊണ്ട് അവരെന്ത് ചെയ്തു എക്സിറ്റ് ആയി പോകും, ആരെങ്കിലും പറയുക അല്ലെങ്കിൽ പ്രേരണയുടെ ഫലമായിട്ട് വരികയാണെങ്കിൽ. പക്ഷെ ഇതേപോലെ ജിജ്ഞാസുക്കളായിട്ടുള്ള ഋഷിമാരാണ് നമ്മളുടെ ആ ഒരു എൻഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നെങ്കിൽ, ശ്രോതാക്കളായിട്ടുള്ളതെങ്കിൽ ഇത് പറയുന്ന ആൾക്ക് എന്തുമാത്രം
താല്പര്യം ഉണ്ടാവും നമുക്ക് ഊഹിക്കാമല്ലോ, അല്ലേ? അപ്പം അപ്പൊ ഉത്കണ്ഠ കാരണമാണ് ഇവര് ഇങ്ങനെ കൂടുതൽ 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 ഈ പറഞ്ഞിട്ട് സർവമംഗളകാരകനാണ് എന്ന് വരെ അഭിസംബോധന ചെയ്യുവാണ് സൂതഗോസ്വാമി അവര്. അപ്പം പരമദിവ്യോത്തമ പുരുഷനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വസുദേവ പത്നിയെ ദേവകിൽ അവതരിച്ചു. പരമപുരുഷ ആവിർഭാവ സജ്ഞാതമായ അതീന്ദ്രിയാവസ്ഥയുടെ പ്രതിരൂപമാകുന്നു വസുദേവർ. വസുദേവർ ഒരു മീഡിയമായിരുന്നു, അല്ലെ? വസുദേവരിലൂടെ ഭഗവാന്റെ കർത്തവ്യം നിറവേറ്റി. കാര്യം വസുദേവരും ദേവകിയും ചെയ്ത പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ള അവരുടെ ഓസ്റ്ററിറ്റി അല്ലെങ്കിൽ തപസ്സിന്റെ ഫലമായിട്ടാണ് അത് സാധ്യമായത്. ഇനി അടുത്ത 13ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. തന്ന ശുശ്രൂഷമാണാനാമർഹസ്യാങ്ങാനു വർണ്ണിതം യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ഹരേ കൃഷ്ണ. ശശികല മാതാജി. ഹരേ കൃഷ്ണ. തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യങ്കാനുവർണ്ണിതും യസ്യാവതാരഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപത തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. തത് ആ ന നമുക്ക് ശുശ്രൂഷമാണാനാം പ്രയത്നിക്കുന്നവൻ അർഹസി അർഹിക്കുന്നു അംഗ അല്ലയോ അനുവർണിതം പൂർവാചാര്യന്മാരുടെ കാലടികളെ പിന്തുടർന്ന് വിശദമാക്കുക. യസ്യ ആരുടെ അവതാരങ്ങൾ ഭൂതാനം ജീവാത്മാക്കൾ ഭവായ ഉദ്ധതമാക്കാൻ ച വിവർത്തന ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ഓ സൂതഗോസ്വാമി, പരമദിവ്യോത്തമ പുരുഷന്റെയും അദ്ദേഹത്തിന്റെ അവതാരങ്ങളെയും കുറിച്ച് അറിയാൻ ഞങ്ങൾ ആകാംക്ഷാഭരിതരാണ്. ശ്രവണ കീർത്തനങ്ങളാൽ ഒരാളെ ഉദ്ധതമാക്കുന്ന പൂർവാചാര്യന്മാർ പകർന്നു തന്ന ആ നിർദ്ദേശങ്ങളെ സുവ്യക്തവും സവിസ്തരവുമായി ഞങ്ങൾക്ക് ദയവായി പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ ചോദിക്കുന്ന ചോദ്യത്തിൽ ഒന്നാമത്തെ ഒരു ചോദ്യം ആണിത്, അല്ലെ? ഇത്രയും നേരം നമ്മൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ? എന്താണ് സൂതഗോസ്വാമി വ്യാസാസനത്തിൽ ഇരിക്കുന്ന സൂതഗോസ്വാമിയെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ ഗുരുമുഖത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ആ ആചാര്യനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു ഇത്രയും നേരം പറഞ്ഞത്. ഇപ്പൊ ആദ്യത്തെ ചോദ്യം തുടങ്ങി, അല്ലെ? ആദ്യത്തെ ചോദ്യം എന്താണ്? പൂർവാചാര്യന്മാർ പറഞ്ഞു തന്ന നിർദ്ദേശങ്ങളെ, പൂർവാചാര്യന്മാർ ആരാണ്? പൂർവാചാര്യന്മാര് അദ്ദേഹത്തിന്റെ പൂർവാചാര്യൻ ശുഗബ്രഹ്മർഷി ശുഗദേവ ഗോസ്വാമി, അല്ലെ? ശുഗദേവ ഗോസ്വാമി പറഞ്ഞത്, ഗംഗാതീരത്ത് വെച്ച് പറഞ്ഞത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത് ഇദ്ദേഹം നേരിട്ട് കേട്ടിരുന്നു. ആരാണ് ഈ ശുഗബ്രഹ്മർഷിക്ക് ആരാണ് പറഞ്ഞു കൊടുത്തത്? വ്യാസദേവൻ ആരാണ് പറഞ്ഞു കൊടുത്തത്? നാരദമുനിക്ക് ആരാണ് പറഞ്ഞു കൊടുത്തത്? ബ്രഹ്മദേവൻ ആരാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? സാക്ഷാൽ ഭഗവാൻ, അല്ലെ? അപ്പൊ അങ്ങനെ ആ പൂർവ്വ ആചാര്യന്മാർ പകർന്ന നിർദ്ദേശങ്ങളെ സുവ്യക്തവും സവിസ്തരവുമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ്? പരമദിവ്യോത്തമ പുരുഷന്റെ അവതാരങ്ങളെ പറ്റി അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ അവതാരങ്ങളെ പറ്റി ഒക്കെ നമുക്ക്, ഇത് ഒന്നാമത്തെ കാണ്ഡോ തന്നെ ക്രിയേഷനാണ്, സൃഷ്ടി. അപ്പൊ അവതാരങ്ങളെ സൃഷ്ടി, അതായത് ഭഗവാന്റെ സ്വവിസ്തരണങ്ങളെ, ഭഗവാന്റെ എന്താണ് പലതരത്തിലുള്ള അവതാരങ്ങളുടെ ശക്തിയാവേശാവതാരം, അംശാവതാരം, മന്വന്തരാവതാരം, ലീലാവതാരം, ഗുണാവതാരം എന്നൊക്കെ പറഞ്ഞ് അസംഖ്യ അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ കടൽ തിരമാലകളെ പോലെയും കടൽ തിരുത്ത മണൽത്തരികളെ പോലെയും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അവതാരങ്ങൾ, നമുക്കറിയാവുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം ഈ അസംഖ്യങ്ങൾ ഏത് സമയവും എപ്പോഴും ഭഗവാൻ അവതാരം എടുത്തുകൊണ്ടിരിക്കുക. ഏതെല്ലാം യുഗങ്ങളിൽ ഏതെല്ലാം പേരുകളിൽ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് അവതാരം, അല്ലെ? അസംഖ്യ അവതാരങ്ങളാണ്. രാമാദി മൂർത്തിഷു സകലേഷ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശ്ലോകം ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? രാമന്, നരസിംഹനെ, അങ്ങനെയൊക്കെ പറഞ്ഞ് എത്രയോ അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ശ്രീകൃഷ്ണ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവതാരം നമുക്ക് പറയാൻ പറ്റില്ല. ഭഗവാൻ സ്വയം ശ്രീകൃഷ്ണനായിട്ട് തന്നെ സ്വന്തം രൂപത്തിൽ, അതേ രൂപത്തിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ ഭഗവാന്റെ രൂപത്തിൽ തന്നെ വന്നു. അതാണ് ശ്രീകൃഷ്ണ അവതാരം നമ്മൾ പറയുന്ന അവതാരം. നമുക്കൊരു അവതാരം എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ശ്രീകൃഷ്ണൻ ഭഗവാൻ സ്വയം അവതരിച്ചു, ഭഗവാനായിട്ട് തന്നെ അവതരിച്ചു എന്ന് വേണം പറയാനായിട്ട്. അപ്പം ഇവിടെ പറയുവാണ് ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് അറിയാനായിട്ട് ആകാംക്ഷാഭരിതരാണ്, അല്ലെ? എന്നുള്ള ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. അടുത്തത് അതിന്റെ ഭാവാർത്ഥം വായിക്കാനായിട്ട് സുജന മാതാജിക്ക് വായിക്കാൻ പറ്റുമോ?
മാതാജി ഞാൻ കാണുന്നില്ല. വായിക്കണോ പ്രഭു? രാധിക മാതാജി വെച്ചോളൂ. ഹരേ കൃഷ്ണ. 13 ആ 13. ഭാവാർത്ഥം ബൈ ശീലപ്രഭുപാദ് കി ജയ്. നിരപേക്ഷ സത്യത്തിന്റെ അതീന്ദ്രിയ സന്ദേശ ശ്രവണത്തിനായുള്ള വ്യവസ്ഥകളെ ഇവിടെ പ്രതിപാദിക്കുന്നു. ആദ്യമായി ശ്രോതാവ് പൂർണ്ണ ആത്മാർത്ഥതയും ശ്രവണ വ്യഗ്രതയും ഉള്ളവനാകണം. വക്താവാകട്ടെ നിശ്ചയമായും ഉത്തമ വിശ്വാസയോഗ്യനായ ആചാര്യനിൽ നിന്നുള്ള ഗുരുശിഷ്യ പരമ്പരയിൽ വന്നിരിക്കണം. ഭൗതിക കാര്യങ്ങളിൽ നിമഗ്നരായവർക്ക് നിരപേക്ഷ സത്യത്തിന്റെ അതീന്ദ്രിയ സന്ദേശം മനസ്സിലാക്കുക സാധ്യമല്ല. ഉത്തമ വിശ്വാസയോഗ്യരായ ആത്മീയാചാര്യന്റെ മാർഗനിർദ്ദേശത്തിൻ കീഴിൽ ഒരുവൻ ക്രമേണ പരിശുദ്ധനാകുന്നു. ആകയാൽ ഒരുവൻ നിശ്ചയമായും ഗുരുശിഷ്യ ശ്രേണിയിൽ ഉൾപ്പെടേണ്ടതും സവിനയ ശ്രവണമെന്ന ആത്മീയ കല അഭ്യസിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ശ്രീല സൂത ഗോസ്വാമി വ്യാസദേവ പരമ്പരയിൽ ഉൾപ്പെടുന്നതിനാലും നൈമിഷാരണ്യത്തിലെ ഋഷിമാരെല്ലാം തന്നെ പരമസത്യത്തെ അറിയാൻ ഉത്സുകരായ ആത്മാർത്ഥതയുള്ള ആത്മാക്കളാകയാലും സൂത ഗോസ്വാമിയും നൈമിഷാരണ്യത്തിലെ സമസ്ത ഋഷിമാരും ഈ വ്യവസ്ഥകളൊക്കെ സഫലീകരിക്കുന്നു. ഈ ആവശ്യകതകളൊക്കെ പൂർണ്ണമായും സഫലീകരിക്കുന്നതിനാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അതിമാനുഷിക കർമ്മങ്ങളും അവതാരവും ജന്മവും ആവിർഭാവവും തിരോധാനവും നാമരൂപങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന അതീന്ദ്രിയ വിഷയങ്ങൾ അനായാസേന മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നു. ഇത്തരം സംഭാഷണങ്ങൾ ആത്മസാക്ഷാത്കാര മാർഗത്തിനുള്ള സർവ്വജനങ്ങളെയും സഹായിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലായി കാണുമായിരിക്കും. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ വ്യാസാസനത്തിൽ ഇരിക്കുന്ന ആള് എന്താണ് എങ്ങനെ ഉപദേശിച്ചു കൊടുക്കണം, അത് പരമ്പരയിൽപ്പെട്ട ആളായിരിക്കണം. പിന്നെ അത് കേൾക്കുന്ന ആള് കാര്യങ്ങൾ അറിയാനായിട്ട് പരമസത്യത്തെ പറ്റി അറിയണമെങ്കിൽ ചോദിക്കേണ്ടതായിട്ടുള്ള എങ്ങനെയായിരിക്കണം, അതിൻ്റെ വ്യവസ്ഥ, രീതി എങ്ങനെയായിരിക്കണം, സവിനയം, വിനയത്തോടു കൂടി വേണം അല്ലേ. അപ്പം നൈമിഷാരണ്യത്തിലെ ഋഷികളുടെ എല്ലാം യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താണ്, അവർ നല്ല ശുദ്ധാത്മാക്കളാണ്. അപ്പോൾ അവരെല്ലാം വളരെ ആകാംക്ഷാഭരിതരായിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇത് പറയാനിരിക്കുന്ന സൂതഗോസ്വാമി ഈ ഗുരുപരമ്പര ശൃംഖലയിൽപ്പെട്ടിരിക്കുന്ന ആളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യകർത്താക്കളും ഇത് ഉത്തരം കൊടുക്കേണ്ട ആളും രണ്ടുപേരും പരമയോഗ്യത ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന അതീന്ദ്രിയമായ ഭഗവാന്റെ സൃഷ്ടി, ഭഗവാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഓരോ അവതാരങ്ങൾ, ഈ അവതാരങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഇതൊക്കെ ഗ്രഹിക്കാനായിട്ടുള്ള അവർക്കൊരു അത്യധികമായ ആകാംക്ഷ വന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതെല്ലാം അവർക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നതായിരിക്കും സൂത ഗോസ്വാമിയിൽ നിന്ന്. നമുക്ക് 14-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ആപന്ന സംസൃതിം ഘോരാം യന്നാമാ വിവശോ ഗൃണൻ തദ സദ്യോ വിമുച്യേത യദ്ബിഭേദി സ്വയം ഭയം. ആപന്ന സംസൃതിം ഘോരാം യന്നാമാ വിവശോ ഗൃണൻ തദാ സദ്യോ വിമുച്യേത യദ്ബിഭേദി സ്വയം ഭയം. ഹരേ കൃഷ്ണ. സബിതാ മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 14. ആപന്ന സംസൃതിം ഘോരാം യന്നാമാ വിവശോ ഗൃണൻ തരസദ്യോ വിമുച്യേത യദ്ബിഭേദി സ്വയം ഭയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് ജ്ഞാനാംബിക മാതാജി. ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. ആപന്ന സംസ്കൃതിം ഘോരാം യന്നാമവിവശോ ശൃണൻ തഥാ സദ്യോ വിമുച്യേതേ യദ്ബിഭേദി സ്വയം ഭയം. കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുപാദന്റെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭുപാദ്. ആപന്ന കുരുക്കിലകപ്പെടുക, സംസ്കൃതി ജന്യമൃതി ആവർത്തന ചക്രമാകുന്ന ഘോരമായ എന്ത് നാമ പരമനാമം വിവശോ ബോധപൂർവമല്ലാതെ ഗൃണൻ ജപിക്കുക, തഥ അതിൽ നിന്നും സദ്യ തൽക്ഷണം വിമുച്ഛേദ സ്വതന്ത്രമാക്കപ്പെടുന്നു. ഏത് ബിഭേദി ഭയങ്ങളിൽ സ്വയം സ്വമേധയാ ഭയം
സ്വയം ഭയം തന്നെ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ ശ്രീല പ്രഭുപാദ്. സ്വയം വ്യക്തിരൂപം പൂണ്ട ഭയം കൊടും ഭീതിയോടെ ചിന്തിക്കുന്ന കൃഷ്ണന്റെ പവിത്രനാമം ബോധപൂർവമല്ലാതെ ജപിക്കുക കൂടി ജനിമൃതി ആവർത്തന ചക്രമാകുന്ന ഘോര പ്രതിബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ജീവാത്മാക്കൾ തൽക്ഷണം സ്വതന്ത്ര ആക്കപ്പെടുന്നു. അതായത് നമുക്ക് പലപ്പോഴും ഭയം ഉണ്ടാകും അല്ലെ, ഭയചകിതരാകും. ഭയചകിതരാകുമ്പോൾ നമ്മൾ ഭയത്തോടു കൂടി ഭഗവാന്റെ നാമം വിളിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്ന ബോധപൂർവമല്ലാതെ ജപിക്കും, ചില സമയത്തിൽ അറിയാതെ വരും. അതുപോലെ തന്നെ ജനിമൃതി അപ്പൊ ജനിമൃതി ആവർത്തന ചക്രമാകുന്ന ഘോര പ്രതിബന്ധങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവാത്മാക്കൾ അങ്ങനെ ഈ ഭഗവാന്റെ ആ ഒരു നാമത്തിൽ തന്നെ സ്വതന്ത്രരാക്കപ്പെടുന്നു. അതായത് നമ്മള് ഒക്കെ പറയല്ലേ, നമ്മള് എന്താണ് അജ്ഞാത സുകൃതി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മൾ അജാമിള മോക്ഷത്തിൽ കണ്ടെന്നാണ് അജ്ഞാത സുകൃതിയാണല്ലേ. അജാമിളൻ ആ ഒരു നല്ലൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ പറയുന്ന ബ്രാഹ്മണിയൊക്കെ പിന്തുടർന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഒരു അസോസിയേഷൻ, ബാഡ അസോസിയേഷൻ, ഒരു സ്ത്രീയുമായിട്ട് അജാമിളിന് ഇതുണ്ടായി, സഖ്യമുണ്ടായി. അതിന്റെ ഫലമായി അദ്ദേഹം വളരെ പൊല്യൂട്ടഡ് ആയി മാറി. പക്ഷെ അത്രയും നാൾ ചെയ്തിട്ടുള്ള വ്യക്തിഗത സേവനവും അദ്ദേഹത്തിന്റെ അറിയാതെ ആണെങ്കിൽ കൂടിയും ഭഗവാന്റെ നാമത്തിന്റെ ഇമ്പോർട്ടന്റ് കാണിക്കാനായിട്ടാണ് നാരായണ എന്ന പുത്രനെയാണ് വിളിച്ചതെങ്കിൽ പോലും അജാമിളന് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന് ഒരു എക്സ്ക്യൂസ് കൊടുത്തു. വിഷ്ണു പാർഷദന്മാരെ വന്ന് യമദൂതന്മാരെ ആട്ടി ഓടിച്ചു. ഈ കഥകൾ അല്ലേ പ്രഭു ജ്ഞാനപ്പാണിയില് പറയില്ലേ, മറ്റൊരുത്തർക്ക് വേണ്ടി എന്നിട്ടാണെങ്കിൽ കൂടി അതെ അതെ ഹരിനാമ കളിയാക്കിയാണെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടി ആണെങ്കിൽ കൂടിയും അങ്ങനെ ആ ഒരു ഇത് ഓർമ്മയുണ്ടോ മാതാജിക്ക്? ഓ ആ ഒരു ഇതുണ്ട്, ലൈൻ ഓർമ്മയുണ്ടോ? മറ്റൊരുത്തർക്ക് ഞാൻ ആ ഒരു വരി മാത്രമേ എനിക്ക് ഓർമ്മയില്ല. ഞാൻ അത് ജ്ഞാനപ്പാനയിലാ തോന്നുന്നു അല്ലേ? ജ്ഞാനപാനയിലാണ്. വിദ്വേഷത്തോടു കൂടിയാണെങ്കിലും മറ്റേ ഇതിനകത്തുണ്ട് ഹരിനാമകീർത്തനത് പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമ കീർത്തനം ഇത് അതിനായി വരേണമിക കലിയായ കാലം ഇതിൽ അതുകൊണ്ട് മോക്ഷഗതി അതിനായി വരേണമിക നാരായണായ നമ. ഇങ്ങനെയല്ലേ? എനിക്ക് തെറ്റിപ്പോയെന്ന് സംശയമുണ്ട് കുറച്ചെങ്കിലും, പക്ഷെ പിന്നെ എങ്ങനെയാണ്? ജ്ഞാനപ്പാനയില് പറയില്ലേ, എണ്ണമറ്റ തിരുനാമം ഉള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകിലും ഏതു ദിക്കിലിരിക്കലും തന്നെ നാവുകൊണ്ടതു ചൊല്ലിയെന്നാകിലും അല്ല അതൊരു നേരമൊരു ദിനം ചെവി കൊണ്ട് കേട്ടുവെന്നാകിലും ജന്മസാഫല്യം വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. ഹരിബോൽ. ഇത്രയും നല്ല ഉദാഹരണം പറയാനില്ല ഈ ഒരു ശ്ലോകത്തിന്. മുഴുവൻ കാര്യം പൂന്താനം പറഞ്ഞിട്ടുണ്ടല്ലോ. മറ്റൊരുത്തർക്ക് വേണ്ടിയാണെങ്കിലും ഒരാളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയും എങ്ങനെയെങ്കിലും ഈ ഭഗവാന്റെ തിരുനാമം ഒന്നുകൂടെ മാതാജി ഒന്ന് വായിച്ച് റിപ്പീറ്റ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. അതിനകത്ത് ഞാൻ ഈ പറയേണ്ട ഒരു ആവശ്യമില്ല, പൂന്താനം എല്ലാം എഴുതി വെച്ചിരിക്കുക ഭംഗിയായിട്ട്. ഒന്നുകൂടെ മാതാജി ഒന്ന് വായിച്ച് നിർത്തി ഓരോന്ന് എടുത്ത് പറഞ്ഞോളൂ. കീർത്തനായിട്ട് വേണ്ട, അത് വിവർത്തനമായിട്ട് പോലെ പറഞ്ഞോളൂ. എണ്ണമറ്റ തിരുനാമമുള്ളതിൽ തിരുനാമങ്ങൾ എണ്ണമറ്റതാണ് അല്ലേ? അത് നമ്മൾ നേരത്തെ കണ്ട അനന്തമാണ്. പിന്നെ ഒന്നു മാത്രം ഒരിക്കൽ ഒരു ദിനം, അതിലൊന്നെങ്കിലും ഒരിക്കൽ ഒരു ദിവസം ഒരു എണ്ണമെങ്കിലും. പിന്നെ സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും, നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും അല്ലെ, അതുപോലെ സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും, സ്വപ്നത്തിലെങ്കിലും ഭഗവാനെ ഒന്ന് വിളിച്ചാല് അതല്ലേ പറയുന്നത്. പിന്നെ മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും, മറ്റൊരാൾക്ക് വേണ്ടി എപ്പോഴും പരിഹസിച്ചിട്ടെങ്കിലും ആ ഒരു നാമം, മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകിലും വേറൊരാൾക്ക് വേണ്ടി സന്തോഷിപ്പിക്കും, ഏതു ദിക്കിലിരിക്കലും തന്നെ നാവ് കൊണ്ടിത് ചൊല്ലിയെന്നാകിലും. ഏത് ദിക്കിലിരുന്നാലും സാരമില്ല, അത് ഭഗവാന്റെ നാമം ചൊല്ലാൻ അല്ലെ, എവിടെ വഞ്ചാലും. പ്രത്യേക ഒരു ദിക്കിന്റെ ആവശ്യമൊന്നുമില്ല. കാര്യം പ്രപഞ്ചം മുഴുവനും ഭഗവാനാണ്. ഇന്ന ദിക്കിലിരുന്ന് ഇന്ന ഡയറക്ഷനിലിരുന്ന് അങ്ങോട്ടിരുന്ന് ജപിക്കണം, കിഴക്കോട്ടിരുന്ന് പടിഞ്ഞാറോട്ടിരുന്ന് അങ്ങനെ ഒന്നുമില്ല.
ഇന്ന സ്ഥലത്ത് ഇരിക്കാവുന്നൊന്നുമില്ല. ഋതുവായ പെണ്ണിനും ഇരപ്പവനും ദാഹകനും പതിതനും അഗ്നി യജനം ചെയ്ത പൂസരനും അല്ലേ, ആർക്കും അതെ അതെ. ആർക്കും ഇത് ജപിക്കാം ഈ നാമം. അതുമല്ലൊരു നേരമൊരു ദിനം, അതും വേണ്ട. ആ ഒരു ദിനം ചെവി കൊണ്ടിത് കേട്ടുവെന്നാകിലും, കേട്ടാൽ മതി. കേട്ടാലെങ്കിലും മതി. ശ്രവണം എന്ന് പറഞ്ഞാൽ അത്ര ജന്മ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി, ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. അപ്പൊ തന്നെ എന്താണ് ജന്മസാഫല്യം വന്നത്? ജന്മസാഫല്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസായുജ്യം, അതായത് ബ്രഹ്മനിൽ ലയിക്കാനുള്ള ആ ഒരു സായുജ്യമാണ്, സായുജ്യ മുക്തിയാണ് അപ്പൊ തന്നെ കിട്ടിയിരിക്കുന്നത് അല്ലേ. ഭഗവാന്റെ തിരുനാമം അറിയാതെ ജപിക്കുന്നവർക്ക് പോലും തന്നെ ആ ബ്രഹ്മസായുജ്യമാണ് കൊടുക്കുന്നത് ഭഗവാൻ. അന്ധകാലേച്ച മാമേച്ച സ്മരൻ മുക്ത കളയവരം. നമ്മളത് ഓർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന രീതിയിലെങ്കിലും നമ്മൾ ജപിച്ചു പോവുക. നമ്മൾ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ കുട്ടികളെയൊക്കെ തന്നെ വീട്ടില് ഭഗവാന്റെ പേരിടുന്നത് അല്ലേ. ഇപ്പോഴത്തെ പുള്ളി കോക്കോ, കുക്കു, മിട്ടു, ചിക്കു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പേരുകളൊക്കെ ഓരോ വിളിക്കുന്നതാണ് അല്ലേ. പക്ഷെ അതല്ലാതെ നമുക്ക് ഭഗവാന്റെ നാമം ആണ് കുട്ടികൾക്ക് ഇടുന്നതെങ്കിൽ അച്യുതാന്നോ ഗോവിന്ദാന്നോ മാധവാന്നോ മധുസൂദനാന്നോ അങ്ങനെ ഋഷികേശാന്നോ, അങ്ങനെ ഭഗവാന്റെ നാമങ്ങളിൽ എണ്ണമറ്റ തിരുനാമങ്ങളിലുള്ള ഏതെങ്കിലും നമ്മൾ കുട്ടികൾക്കൊക്കെ വീട്ടിൽ പേരിടുക. അവരെ ഇനി ഓ ഇവിടെയൊക്കെ ഓഫീസിൽ അല്ല സ്കൂളിലൊക്കെ ഇടാനിടും, ഇതാണ് വീട്ടിൽ വിളിക്കുന്ന വിളിപ്പേരെങ്കിലും ആയിട്ട് വിളിക്കുക. അങ്ങനെ അങ്ങനെ വിളിക്കുന്നതും ഓർക്കുന്നതും മറ്റൊരാൾക്ക് എന്താണ് കളിയാക്കിയെങ്കിലും ആണെങ്കിലും നമ്മൾ ഈ ഭഗവാന്റെ തിരുനാമം കളിയാക്കി ജപിക്കുന്ന ആൾക്കാരുടെയൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഏത് രീതിയിലാണെങ്കിൽ കൂടി ഈ നാമത്തിന്റെ പവിത്രത, ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പൊ നമ്മൾ ഈ ഈ ഭാഗവതം മുഴുവനും പഠിക്കുന്നത് അവസാനം നമ്മൾ കാണുന്ന എന്താണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഭാഗവതം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത് അല്ലേ. 18ാമത്തെ ശ്ലോകം അതിനകത്തും പറയാണ് നാമസങ്കീർത്തനാണ്. അപ്പൊ നാമസങ്കീർത്തനത്തിലേക്ക് നമുക്ക് രുചി കിട്ടണമെങ്കിൽ നമ്മൾ ഇത് അറിഞ്ഞു തന്നെ പോകണം അല്ലേ. നാമസങ്കീർത്തനത്തിൽ രുചി കിട്ടാനും നമ്മൾ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് ഇപ്പൊ അറിയാതെങ്കിലും എൻ്റെ പേര് എന്താ പറയുക, ഇന്ന പേരാണ്, ഭഗവാന്റെ പേരാണ്, അതുകൊണ്ട് ഞാൻ നാമം ജപിക്കണ്ട, എൻ്റെ പേര് ആരെങ്കിലും വിളിച്ചാൽ മതി. അപ്പോൾ യമദൂതന്മാരെ ആട്ടി ഓടിച്ചിട്ട് എന്താണ് വിഷ്ണു പാർഷദന്മാർ വരുമെന്നൊന്നും നമ്മളാരും വിചാരിക്കേണ്ട. കാര്യം എന്താണ്? ഭഗവാനെ പറ്റിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഭഗവാൻ അതിലും വലിയ പുള്ളിയാണെന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു 2 ക്ലാസ്സിന് മുൻപേ നമ്മൾ ആ ഒരു സ്റ്റോറി വീണ്ടും റിപ്പീറ്റ് ചെയ്തായിരുന്നു. നമ്മൾ കണ്ടായിരുന്നല്ലോ, ഒരാള് അദ്ദേഹത്തിന് മക്കൾക്ക് അച്യുതാനും ഗോവിന്ദാനും മാധവാന്നൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവസാന സമയത്ത് ഒരു ഭക്തിയുത സേവനം ചെയ്യാതെ മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഭഗവാനെ വിളിക്കാം, മക്കളെ വിളിച്ചാൽ മതിയല്ലോ അജാമളം ചെയ്ത പോലെ എന്ന് വിചാരിച്ച് ചെയ്ത ഒരാളുടെ അവസ്ഥ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃഷ്ണാഭവത്തിൽ വന്നിരിക്കുന്ന ആൾക്കാര് ഇത് വളരെ സീരിയസ് ആയിട്ട് ഇത് ടേക്കപ്പ് ചെയ്യണം. ഇപ്പൊ പൂന്താനത്തിന്റെ കൃപ കൊണ്ടാണ് നമ്മളോട് ഇത് പറഞ്ഞു തന്നെ അല്ലേ. അറിയാതെയാണെങ്കിലും ഇപ്പം എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും, ഞാൻ എൻ്റെ ശിക്ഷാഗുരുവിന് വേണ്ടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ എന്താണ് ആത്മീയ ഗുരുനാഥൻ പറഞ്ഞല്ലോ നാമം ജപിക്കണം, ആത്മീയ ഗുരുനാഥന് വേണ്ടിയിട്ടാണെങ്കിലും 16 റൗണ്ട് ജപിക്കാൻ പറ്റുന്നവരൊക്കെ 16, അല്ലാത്തവർ അവർക്ക് പറ്റുന്നത് പോലെ ഒരു ദിവസം രാവിലെ ഒരു റൗണ്ടോ വൈകുന്നേരം ഒരു റൗണ്ടോ 16 ചെല്ലണമെന്ന് ആധ്യാത്മിക ഗുരുനാഥൻ പറഞ്ഞു. എന്താണ് ദീക്ഷ എടുക്കുന്നതിന് മുന്നേ 16 റൗണ്ട് നമ്മൾ അദ്ദേഹത്തിന് വാക്ക് കൊടുക്കണം അല്ലേ. അപ്പം ആ ആധ്യാത്മിക ഗുരുനാഥന് വേണ്ടിയാണെങ്കിൽ കൂടിയും ഇത് ഈ നാമം എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പൊ അത് ജനിമൃതികളിൽ നിന്ന് എന്താണ് ഈ പ്രതിബന്ധങ്ങളിൽ നിന്ന് നമ്മളെ വിമുക്തരാക്കുന്ന അത്രയ്ക്ക് പവറാണ് ഈ നാമത്തിന്. നമ്മൾക്ക് അതിന്റെ വില മനസ്സിലാകുന്നില്ല. കാര്യം ചൈതന്യ മഹാപ്രഭു നമുക്ക് ഫ്രീ ആയിട്ടാണ് വാരിക്കോരി തന്നത് അല്ലെ, കൃഷ്ണപ്രേമം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവതാരം എന്ന് പറയുന്നത്. അദ്ദേഹം ഭയങ്കര ഔദാര്യമതിയാണ്. അതുകൊണ്ടല്ലേ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഈ നാമം തന്നത്. അതുകൊണ്ടാണ് നമുക്ക് നാമത്തിന്റെ വില അറിയാത്തത്. അതുപോലെ നമ്മൾ കാണാം അല്ലെ, നമ്മളിപ്പം ഒരു കടയിൽ സാധനം മേടിക്കാൻ പോവുകയാണെങ്കിൽ ഒരു മത്സ്യ മാർക്കറ്റിലുള്ള ആളും ഒരു ഡയമണ്ട് ഷോപ്പിലുള്ള ആളെയും കമ്പയർ ചെയ്ത് എവിടെയായിരിക്കും കൂടുതൽ? മത്സ്യം മേടിക്കുന്ന കടയിലായിരിക്കും ഭയങ്കര തിക്കും തിരക്കും ആളും ഒക്കെ അല്ലേ, അവിടെ മാത്രമേ ഡിമാൻഡ് ഉള്ളൂ. പക്ഷെ ഡയമണ്ട് മേടിക്കുന്ന കടയിൽ ആളുണ്ടോ, തിരക്കുണ്ടോ? ഇല്ല. കാര്യം എന്താണ്? നല്ല പൈസ ഉള്ളവർക്ക് മാത്രമേ അവിടെ പോയി മേടിക്കാൻ പറ്റൂ, വളരെ കുറച്ച് ആൾക്കാരെ വരുള്ളൂ. അതുപോലെ തന്നെ ഇത് ഡയമണ്ട് ആണ്.
അതുകൊണ്ടാണ് എന്താണ് ആൾക്കാർക്ക് എന്താണ് മത്സ്യ മാർക്കറ്റാണ് കൂടുതലും ഇഷ്ടം അല്ലേ. മറ്റുള്ള കാര്യം പരദൂഷണം പറയുക അതും ഇതൊക്കെയാണ് ഈ മത്സ്യ മാർക്കറ്റായിട്ട് ഉപമിച്ചിരിക്കുന്നത് അല്ലേ. മറ്റുള്ള കാര്യങ്ങൾ ഗ്രാമകഥകളിലാണ് താല്പര്യം. ഭഗവാന്റെ നാമമോ അല്ലെങ്കിൽ ഹരിനാമത്തിലോ വിശ്വാസം ഇല്ല അല്ലേ. ഇന്ന് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നു, ഒരു 10 പൈസ കൊടുക്കണ്ട, ഫീസ് കൊടുക്കണ്ട, ഒന്നും വേണ്ട അല്ലേ. ഇന്ന് നീ ഇത് പ്രാക്ടീസ് ചെയ്യൂ. നമുക്ക് താല്പര്യമില്ല. നമ്മളിപ്പോൾ ഫീസ് കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ സംസ്കൃതമൊക്കെ പഠിച്ച് നമ്മൾ ഭയങ്കര വലിയ പാണ്ഡിത്യത്തിന് പോകുമായിരുന്നു. കുറെ നല്ല ഫീസൊക്കെ കൊടുത്തിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചിട്ട് ഞാൻ ഇത് കിട്ടി, ഈ സർട്ടിഫിക്കറ്റ് ഞാനിത് ഇന്ന ശാസ്ത്രി ഭക്തിശാസ്ത്രി കഴിഞ്ഞു അല്ലെങ്കിൽ ഭക്തിവൈഭവം കഴിഞ്ഞു, ഇതൊക്കെ നമ്മൾ കാണിക്കും. പക്ഷെ നമുക്ക് ശരിക്കും ഹരിനാമത്തിൽ ടേസ്റ്റ് ഉണ്ടോ ഇല്ല. അപ്പം അതിന്റെ ഒരു ഭാവാർത്ഥം നമുക്ക് വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഭാവാർത്ഥം ആർക്കാണ് വായിക്കാൻ പറ്റുന്നത്? ശശികല മാതാജി എന്നോട് വായിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഭാവാർത്ഥം: സർവ്വതിന്റെ പരമനിയന്താവ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ അഥവാ വാസുദേവനാകുന്നു. സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷന്റെ ക്രോധത്തെ ഭയപ്പെടുത്താത്തതായി യാതൊരു സൃഷ്ടിയുമില്ല. പ്രബല അസുരന്മാരായ രാവണൻ, ഹിരണ്യകശിപു, കംസൻ തുടങ്ങി നിരവധി അതിശക്തരായ രാക്ഷസന്മാർ പരമദിവ്യോത്തമ പുരുഷനാൽ വധിക്കപ്പെട്ടു. പരമദിവ്യോത്തമ പുരുഷന്റെ സ്വശക്തി ഭഗവത് നാമത്തിൽ സർവശക്തനായ വാസുദേവ ഭഗവാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. സർവരും ഭഗവാനുമായി സംബന്ധപ്പെട്ടവരും ഭഗവാനുമായി താതാത്മ്യമുള്ളവരുമാകുന്നു. ഭയസ്വരൂപം പോലും കൃഷ്ണനാമത്തെ അത്യധികം ഭയപ്പെടുന്നുവെന്ന് ഈ ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. കൃഷ്ണനാമം കൃഷ്ണനിൽ നിന്നും അഭിന്നമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. കൃഷ്ണനാമം സ്വയം കൃഷ്ണ ഭഗവാന്റെ അത്ര അതിശക്തമാണ്. ആകയാൽ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു ഭേദവുമില്ല തന്നെ. മഹാവിപത്തുകളുടെ നടുക്കയത്തിൽ അകപ്പെട്ട യാതൊരാൾക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമങ്ങളുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ബോധപൂർവമല്ലാതെയോ സാഹചര്യ സമ്മർദ്ദം മൂലമോ കൃഷ്ണന്റെ അതീന്ദ്രിയ നാമം ജപിച്ചാൽ പോലും ജനിമൃതി നിർഭരമായ ആവർത്തന ചക്രത്തിൽ നിന്നും മോചനം നേടാനാവുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. താങ്ക് യു മാതാജി. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? നമ്മൾ ദേഷ്യത്തോടു കൂടി ഭഗവാനെ സമീപിച്ച ഒരാളുണ്ട്, അങ്ങനെ മോക്ഷം കിട്ടിയ ഒരാളുണ്ട്. ആരാണ്? കംസൻ. കംസൻ. അതായത് മരുമോനാണ്. അശരീരി കേട്ടു അല്ലെ. ദേവകിയുടെ കല്യാണം കഴിഞ്ഞ് വന്ന യാത്രയിൽ തന്നെ അശരീരി കേട്ടു. ദേവകിയുടെ 8ാമത്തെ പുത്രൻ വധിക്കുമെന്ന്. അപ്പൊ തന്നെ ദേവകിയെ കൊല്ലാൻ ഇത്രയും നാളും ഏറ്റവും സ്നേഹനിധിയായ സഹോദരിയായിരുന്നു ദേവകി അല്ലെ. ഇത് കേട്ട നിമിഷം തന്നെ എന്ത് ചെയ്തു? പെട്ടെന്ന് അവള് ശത്രുവായി മാറി, ദേവകിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. അത് കഴിഞ്ഞ് നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം. ഈ 6 കുട്ടികളുണ്ടായ 6 പേരെയും സ്വന്തം പെങ്ങളുടെയും ഭർത്താവിന്റെയും മുൻപിൽ ഇട്ടിട്ട് തല്ലിക്കൊന്നു. അപ്പം അത് കഴിഞ്ഞിട്ടും അമ്പാടിയിലുണ്ട്, ഗോകുലത്തില് ഭഗവാൻ അവിടെ ഉണ്ട് എന്ന് വിവരങ്ങൾ അറിഞ്ഞ് എത്ര അസുരന്മാരെ അവിടെ വിടുന്നല്ലേ. ഓരോ അസുരന്മാരുടെയും ജഡം ഇവിടെ മുന്നിൽ വന്ന് വീഴുമ്പോഴും എന്തുമാത്രം ക്രോധമാണ് ഉണ്ടായത് അല്ലേ. അപ്പം എന്താണ്? വിരോധ ഭക്തിയിൽ കൂടിയാണ് കംസൻ മോക്ഷം കിട്ടിയത്. കംസൻ ഓരോ സമയത്തും എന്താണ്? കൃഷ്ണനെ എങ്ങനെ കൊല്ലണം, കൃഷ്ണനെ എങ്ങനെ കൊല്ലണം. അപ്പൊ അങ്ങനെ വിരോധ ഭക്തിയിലൂടെ സദാഹരിയായി മാറി. നോക്കിയേ, ഭഗവാൻ എത്ര മെർസിബിൾ ആണ്. ഭഗവാനെ കൊല്ലണം എന്നാണെങ്കിൽ ഭഗവാനെ സദാ ഇരുന്ന ആൾക്ക് വരെ മോക്ഷം കിട്ടി. അതായത് ഭഗവാൻ പ്രോമിസ് ചെയ്തിരിക്കുന്ന എന്താണ്? ആര് എന്റെ നാമം എപ്പോഴും ഉച്ചരിക്കുന്നു, എന്നെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നോ അവർക്ക് ഞാൻ മോക്ഷം കൊടുക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. കംസൻ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? സദാഹരി. ഇത്രയും സദാഹരിയായിട്ടിരിക്കുന്ന വേറെ വ്യക്തി ഉണ്ട്. ഏത് സമയത്തും കൃഷ്ണനെ എങ്ങനെ വധിക്കണം, അല്ലെങ്കിൽ കൃഷ്ണൻ എന്നെ കൊല്ലാൻ വരും എന്നുള്ള ഭീതിയിലാണ് ഇരുന്നത്. ഇനി അടുത്ത ആരെ വിട്ട് കൊല്ലും, ഇനി അവൻ എന്നെ കൊല്ലാനായിട്ട് വരുമോ, ഈ അശരീരി ശരിയാകുമോ, ഇങ്ങനെ കൃഷ്ണൻ സദാ കൃഷ്ണമയമായിട്ട് ഇരിക്കുവാണ് ആര്? കംസൻ. അങ്ങനെ കൃഷ്ണൻ എന്ത് ചെയ്തു? മോക്ഷം കൊടുത്തു, വൈകുണ്ഠപ്രാപ്തി കൊടുത്തു. അതുപോലെ തന്നെ ഭഗവാനെ വധിക്കാനായിട്ട് വന്നതാണ് ആരാണ്? പൂതന. ഭഗവാന് വിഷം കൊടുത്ത് വധിക്കാനായിട്ട് വന്നതാണ് പൂതന അല്ലേ. പൂതനയ്ക്ക് എന്താണ്? ഭഗവാൻ വൈകുണ്ഠത്തിലെ അമ്മമാർക്ക് കിട്ടുന്ന സ്ഥാനം, അമ്മമാരൊക്കെ വസിക്കുന്ന സ്ഥലത്ത് വൈകുണ്ഠ ലോകത്തിൽ ഒരു സ്ഥലം കൊടുത്തു. കാര്യം എന്താണ്? ആ സമയത്ത് ഭഗവാനെ വാത്സല്യം കൊടുത്തു. അതുപോലെ ഒരു അമ്മ മുലയൂട്ടുന്ന പോലെ അതുപോലെ ഒരു വാത്സല്യം കൊടുത്തു. ആ സമയത്ത് കൊല്ലാനാണെങ്കിൽ പോലും ഭഗവാന്റെ രൂപം കണ്ട് സന്തോഷിച്ച് ആഹ്ലാദിച്ച് ഭഗവാനെ എടുത്ത് അവർ വാത്സല്യത്തോടു കൂടി ഭഗവാനെ അത്രയും നേരം
ആ, കണ്ടു. ആ ഒരു ഇതിൽ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അമ്മമാർക്ക് കൊടുക്കുന്ന സ്വർഗം കൊടുത്തു. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തരും ഇപ്പൊ ഹിരണ്യകശിപു അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഭഗവാൻ എന്ത് ചെയ്തു? മോക്ഷം കൊടുത്തു. അവര് എന്താണ് ഹിരണ്യായ നമ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ എന്താണ് പ്രഹ്ലാദൻ നാരായണായ നമ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അല്ലെ? അത് നമ്മൾ ആ നരസിംഹ ഭഗവാന്റെ അവതാരം നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഭഗവാന്റെ നാമത്തെ ഭയപ്പെടുന്ന ഒരവസ്ഥ ആർക്കും ഉണ്ടായി? ഹിരണ്യകശുവിന് അല്ലേ? ഹിരണ്യകശുവിന് ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ മന്ത്രം ചൊല്ലുന്ന തപസ്സികളെയൊക്കെ ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാലാണ് എന്താണ് ഈ തപസ്സിമാർ ചെയ്യുന്ന താപസികൾ ചെയ്യുന്ന ഭഗവാന്റെ മന്ത്രം ചെയ്തിട്ടുള്ള ഉച്ചാരണത്തിൽ ഹോമവും അതുപോലുള്ള പല കാര്യങ്ങളിൽ നിന്നാണ് ഈ ദേവന്മാർക്കൊക്കെ പവർ കിട്ടുന്നതുമെല്ലാം. ദേവന്മാർക്കൊക്കെ എന്താണ് ഈ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഗ്നിയില് സ്വാഹ സുധ അഗ്നിദേവന്റെ അഗ്നിമാരാണല്ലേ? അപ്പൊ നമ്മൾ ഈ അഗ്നികുണ്ഡത്തിലൊക്കെ ഇത് നെയ്യൊക്കെ ഇത് ചെയ്ത് നമ്മൾ അഗ്നിദേവനെയും അതുപോലെ മറ്റു ദേവന്മാർക്കെല്ലാം പവർ കിട്ടുന്നത് ഈ യജ്ഞവും ഇതെല്ലാം ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഈ നാമമാണ് ഇവർക്ക് കിട്ടുന്ന പവർ എന്ന് മനസ്സിലാക്കി നാമം കേൾക്കുമ്പോൾ ഇവർക്ക് ഈ അസുരന്മാർക്ക് എന്താണ് ഈ രാവണൻ അതുപോലെ ഇവർക്കൊക്കെ എന്താണ് ഭയചകിതരാകുകയാണ് അല്ലെ? അപ്പൊ അവരെന്താണ് ഋഷിമാരെയൊക്കെ ഇവരാണ് ഈ പറയുന്ന ദേവന്മാർക്ക് എനർജി കൊടുക്കുന്ന ആൾക്കാര്. അതുകൊണ്ട് എന്താണ് ഈ ഋഷിമാരുടെ നാമജപം നിർത്തിക്കുക ആയിരുന്നു ഈ അസുരന്മാരുടെ പ്രധാനപ്പെട്ട കാര്യം. കാരണം നാമജപത്തിന്റെ പവർ അല്ലെങ്കിൽ നാമജപം കേട്ടാൽ ഇവര് ഭയചകിതരാകുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണനാമം കൃഷ്ണനിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല. ഭഗവാന്റെ നാമം ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസമല്ല. ഭഗവാന്റെ നാമത്തിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അത്രയും തന്നെ പവറാണ് ഭഗവാന്റെ നാമത്തിനും. അതുകൊണ്ട് മഹാവിപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ ഈ പറയുന്ന നാമജപം മാത്രമാണ് ഒരു വഴി. അതുകൊണ്ട് സാഹചര്യ സമ്മർദ്ദം മൂലമോ കൃഷ്ണന്റെ അതീന്ദ്രിയ നാമം ജപിച്ചാൽ പോലും ജനിമൃതി നിർഭരമായ ആവർത്തന ചക്രങ്ങളിൽ നിന്നും മോചനം നേടുന്നു. നമ്മൾ ആരെങ്കിലും നമ്മളെ നിർബന്ധിച്ചിട്ടാണെങ്കിലും, ഇപ്പം സത്സംഗത്തിലെ ഞാൻ പറഞ്ഞു, എന്നോട് എൻ്റെ പ്രഭുക്കന്മാരും അല്ലെങ്കിൽ ഗുരുക്കന്മാരും പറഞ്ഞു. അപ്പൊ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ 16 എന്നുള്ള ഈവൻ വഴിപാടിനായിട്ട് ജപിച്ചു കഴിഞ്ഞാലും എന്താണ് അതിൻ്റെതായ പൊട്ടൻസി ഉണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ട് വഴിപാടിനായിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അതിൽ കുറച്ചൊക്കെ എന്താണ് നമ്മൾ അതിന് ഹൃദയം കൊടുക്കണം. നമ്മൾ അതിനകത്ത് ഹൃദയം അർപ്പിക്കണം. നമ്മൾ ഇതിലൊക്കെ ഇതിൽ കാണും നമ്മൾ മറ്റൊരാളെ ദേഷ്യപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മൾ എന്താണ് നമ്മൾ കൃഷ്ണാവത്തിലുള്ളവർ നമ്മളെ പോലെയുള്ളവരിൽ വിചാരിക്കേണ്ടത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മളെ ചുറ്റുകൂടിയിട്ടുള്ള സാധാരണ ജനങ്ങളെ നമ്മൾ കൃഷ്ണാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ? അറിയാതെ എങ്കിലും നീ ഈ ക്ലാസ്സിലൊന്ന് വന്ന് നോക്കൂ, നീ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കൂ, നീ ഒരു മാല ജപിക്കൂ, അല്ലെങ്കിൽ നീ ഒരു 10 പ്രാവശ്യം ഹരകൃഷ്ണ മഹാമന്ത്രം ജപിക്കും വിളക്ക് കത്തിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊണ്ടുവരാനുണ്ട്. പക്ഷെ നമ്മളെ പോലെയുള്ള ആൾക്കാര് എന്താണ് നമ്മൾ ജപിക്കുന്ന 16 മാലയിൽ ഒരു മാലയിലോ അല്ലെങ്കിൽ അതിലെ ഒരു 2-3 മാലയിലോ എങ്കിലും നമ്മൾ ഹൃദയം ഭഗവാന് വേണ്ടിയിട്ട് അർപ്പിക്കാനായിട്ട് ശ്രമിക്കണം. കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു 5 മിനിറ്റ് ഞാൻ വേറെ കൂടുതലൊന്നും ചോദിക്കുന്നില്ല, 5 മിനിറ്റ് വ്യതിചലിക്കാതെ ഭഗവാന്റെ രൂപസ്മരണയിൽ വരും? എത്ര പേര് കൈപൊക്കുക? ഉറങ്ങിയിട്ടില്ല എന്ന് വിശ്വസിക്കും. നിങ്ങൾ എല്ലാവരും ഇരുട്ടത്തായിരിക്കുന്നത് എന്നെ സംബന്ധിച്ച്. അഞ്ച് മിനിറ്റ് കിട്ടുമല്ലേ മാതാജി? ഓ ഹരി പോൽ, ഞാൻ മാതാജി നമിക്കുന്നു. എനിക്ക് കിട്ടാറില്ല. ഞാനിങ്ങനെ രൂപം ഭഗവാന്റെ ആലോചിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ എന്റെ ദൈവമേ, എവിടുന്നൊക്കെ ആവശ്യമില്ലാത്ത എന്തെല്ലാം രൂപങ്ങൾ വന്നു ചേർക്കും. എൻ്റെ കാര്യം ഞാൻ പറയുകയാണ് സത്യസന്ധമായിട്ട്. ഒരു 5 മിനിറ്റ് പോയിട്ട് ഒരു 2-3 മിനിറ്റ് നേരമെങ്കിലും ഭഗവാന്റെ ആ ഒരു ഇത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്ന ഭഗവാൻ എത്ര സുന്ദരമായ രൂപത്തിലാണല്ലേ? ആ ഒരു രൂപം ഇങ്ങനെ നമ്മൾ കണ്ണടച്ച് എത്ര നേരം നമുക്ക് മെഡിറ്റേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇരുത്താൻ പറ്റും. ഉടനെ തന്നെ വേറെ ചിന്തകൾ വന്ന് അതിനെ മായ്ച്ചു കളയും. അത്രയ്ക്ക് സ്ട്രോങ് ആണല്ലേ? നിങ്ങൾക്കൊക്കെ അനുഭവം 5 മിനിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഞാൻ അഭിജയ മാതാജി കിട്ടിയോ? ഓക്കെ, ഹരി പോൽ. അത് ഭയങ്കര കാര്യമാണ്. നിങ്ങളൊക്കെ അനുഗ്രഹീതരാണെന്ന് 5 മിനിറ്റ് പ്രഭു അതിൽ കൂടുതൽ കിട്ടും. അതിൽ കൂടുതൽ നമ്മുടെ കിട്ടും. മനസ്സിൽ ഭയങ്കര വിഷമം അനുഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്ത അതിൽ ആൾക്കാരാണ്. കൂടുതൽ സമയം ഭയങ്കര ഭഗവാനെ കാണാൻ പറ്റും.
ഹരേ കൃഷ്ണ. അത് ഭയങ്കര നിങ്ങൾ അനുഗ്രഹം ചെയ്തവരാണ്. കാര്യം നിങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്ത സുഹൃതിയും ഇപ്പോൾ ചെയ്യുന്ന പ്രാക്ടീസ് ഭഗവാനോടുള്ള ഇതുകൊണ്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ കഴിഞ്ഞ ദിവസം എടുത്ത ഒരു ക്ലാസ് എടുത്ത പ്രഭു പറഞ്ഞു, ഞാൻ വായ്ത്താളൊക്കെ ഒരുപാട് അടിക്കും. ആ ആ ഞാൻ വായ്ത്താളൊക്കെ ഒരുപാട് അടിക്കും. അത് വളരെ ഈസിയാണ്. പക്ഷെ എത്ര നേരം ഭഗവാന്റെ രൂപം ആ, വ്യതിചലിക്കാതെ, നമ്മളുടെ ഇവിടെ സ്ക്രീൻ ഉണ്ടല്ലോ, ഉള്ളിലുള്ള ഒരു സ്ക്രീന്, അപ്പം ആ കണ്ണടച്ച് നിന്ന് വ്യതിചലിക്കാതെ അവിടെ നിന്ന് മായാതെ എത്ര നേരം നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റും? അതൊന്ന് പറയുമെന്ന് ചോദിച്ചപ്പം എത്ര മിനിറ്റ് ഞങ്ങൾ ഓരോരുത്തരും കൈ പൊക്കിച്ചു. ഓരോരുത്തരും കൈ പൊക്കിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്ത് ചെയ്തു? 2 മിനിറ്റ്, 1 മിനിറ്റ്, ഒരു സെക്കൻഡ്, ഇങ്ങനെയൊക്കെയായ ആ, ആൾക്കാരുടെ ആ ഒരു പ്രതികരണം. കാര്യം അത് അത്രയും നേരം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന 16 റൗണ്ടില് എനിക്ക് ഒരു റൗണ്ടെങ്കിലും എന്താണ് ചിന്തകൾ പുറത്തേക്ക് പോകാതെ പിടിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഭഗവാനിൽ നിർത്താനായിട്ട് സാധിക്കണേ എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കൊക്കെ അത് ഇത്രയും നേരം 5 മിനിറ്റെങ്കിലും ഭഗവാന്റെ രൂപമെങ്കിലും മെഡിറ്റേറ്റ് ചെയ്ത് നിർത്താൻ പറ്റുമെങ്കിൽ അത് വലിയ ഒരുപാട് നിങ്ങൾ എന്താ പറയുന്നത് വ്യക്തിഗത സേവനത്തിൽ മുന്നോട്ട് പോയവരാണ് തന്നെ കരുതേണ്ടി വരും. നിങ്ങൾക്കൊക്കെ ഒരുപാട് സ്തുതി ഞാൻ നമിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇനിയും അതുപോലെ കൂടുതൽ നേരം, അപ്പൊ അത്രയും നേരം നിൽക്കുന്നവർ 5 നേരം അല്ലെങ്കിൽ 10 നേരം, അരമണിക്കൂറൊക്കെ യമുന മാതാജിക്കൊക്കെ അത്രയൊക്കെ നേരം മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അതിനെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ ഇപ്പൊ ഇതിവിടെ പറഞ്ഞ് കേട്ടിട്ട് കളിയായിട്ടെങ്കിലും ഒരാളെ കളിയാക്കി ഞാൻ ഭഗവാന്റെ നാമം പറഞ്ഞേക്കാം, ഓക്കെ, ഒരാളെ ഞാൻ എന്താണ് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ഭഗവാന്റെ നാമം പറഞ്ഞേക്കാം, ആ ഒരു രീതിയിൽ നമ്മൾ കരുതരുത്. കൃഷ്ണാബോധത്തിൽ വന്നിരിക്കുന്ന ആൾക്കാര്, നമ്മൾ സാധാരണ ജനങ്ങൾക്കൊക്കെ ആപ്ലിക്കബിൾ ആണ്. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ പരമസത്യം എന്താണെന്ന് മനസ്സിലാക്കാണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ടേക്കപ്പ് ചെയ്യുന്നത് നല്ല ഇതിലായിരിക്കണം എന്നുള്ള അഭ്യർത്ഥനയുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ് ഇന്നത്തെ കഴിഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഹരിബോൾ, ഹരേ കൃഷ്ണ. ഈ ഈ യുക്ത എന്നുള്ളതിന്റെ അർത്ഥം അറിയാം ബ്രോ? യുക്ത, യുക്താഹാര വിഹാരം എന്ന് യുക്ത, പറഞ്ഞിട്ട് ഒരു വെറും ശ്ലോകം യുക്ത. ഞാൻ ആ, എഴുതും. അതിന്റെ ആയിരിക്കും. യുക്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ഇപ്പൊ ഇതിൻ്റെ അകത്ത് പറഞ്ഞതാണോ അതോ ജനറലായിട്ട് മാതാജി ചോദിച്ചാണോ? അല്ല അല്ല, അത് നമ്മുടെ ഇതിന് ഭഗവത്ഗീതയെ പറഞ്ഞ യുക്ത. ഭക്തിയുക്തൻ എന്ന് പറഞ്ഞാൽ ഉം, ഭക്തിയുത സേവനം ദൃഢതയാണോ? ചെയ്യുന്നതാണോ? ദൃഢതയാണോ? ഏ ദൃഢതയാണോ? അല്ലല്ല, ദൃഢതയല്ല. യുക്ത, യുക്താഹാര യുക്ത, വിഹാരസ്യ യുക്തനല്ല, എന്ന് യുക്ത, പറഞ്ഞൊരു യുക്ത, ശ്ലോകമുണ്ട്. അതായത് നമ്മള് യുക്ത. ലഘുവായ ഭക്ഷണം കഴിക്കുക, അത് ഒരെണ്ണത്തിനോട് കൂടെ ചേർക്കുന്ന ഒരു ഫ്രേസാണ് മാതാജി. പ്രത്യേകിച്ച് ആ, അർത്ഥമില്ല. ഒരെണ്ണത്തിന്റെ കൂടെ നമ്മള് ആ ഒരു സെന്റൻസ് പൂർണ്ണമാകാനായിട്ട് ചേർക്കുന്ന സംഭവങ്ങളാണ്. എന്നാലും അതിനൊരു വിശേഷം ഇല്ലേ? വിശേഷണം. മാതാജിക്ക് ഭക്തിശാസ്ത്രി ചോദിച്ച ചോദ്യമായിരിക്കും അല്ലേ? യുക്ത, ഭക്തിയുക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തിയിൽ ഭക്തിക്ക് ഭക്തിയിൽ കുറച്ച് പുരോഗതിയുള്ള ആള്. മുന്നേറിയിരിക്കുന്ന ആള്. അത് അപ്പൊ ഓരോ വാക്കിന്റെ കൂടെ വരുമ്പോൾ മുന്നേറിയെന്നല്ല അതിന്റെ അർത്ഥം. ഏഹ് മുന്നേറിയാന്നല്ല, യുക്ത മാത്രമുള്ളതിന്റെ അർത്ഥം. ഓരോ വാക്കിന്റെ കൂടെ വരുമ്പോൾ അതുമായിട്ട് ചേർന്നുള്ള അർത്ഥമായി മാറും എന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവിൽ നിയന്ത്രിക്കാന്നാണോ പ്രഭു? തോന്നുന്നത്. ഇനി കൂടുതൽ ഞാനൊന്ന് നിയന്ത്രി നോക്കാം, എന്തെങ്കിലും ഹരേ കൃഷ്ണ, കിട്ടുമെങ്കിൽ ഞാൻ മാതാജിക്ക് നിയന്ത്രിക്കാന്നാണോ പ്രഭു? മെസ്സേജ് അയക്കാം. ഞാൻ ഒരാളോട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഒരാൾ ഏതിൽ നിൽക്കുന്നോ അതിൽ തന്നെ നിൽക്കുന്നതാണ് യുക്തൻ. അല്ല, നിയന്ത്രിക്കാന്നാണോ പ്രഭു? ഏ യുക്ത നിയന്ത്രിക്കാന്നാണോ? റെഗുലേറ്റ് ചെയ്യുക, അങ്ങനെയാണോ? അല്ല അല്ല, നിയന്ത്രിക്കാന്ന് വരുന്നില്ല. ഭക്തിയുക്തനാ എന്ന് പറഞ്ഞാൽ ഭക്തിയില് ഒരുപാട് പുരോഗതി പ്രാപിച്ച ആള്, അല്ലെങ്കിൽ ഭക്തിയോട് കൂടിയവൻ. യോഗയുക്തൻ എന്ന് പറഞ്ഞ യുക്താഹാരസ്യ യോഗയുക്ത, യുക്താഹാരസ്യ എന്ന് യോഗയുക്തൻ. പറഞ്ഞില്ലേ? നമ്മൾ യുക്താഹാരസ്യ യോഗയുക്തൻ ആഹാരം. എന്ന് കേട്ടിട്ടില്ലേ? യോഗയുക്തൻ, ആ ആ അതായത് യോഗയുക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു യോഗി യോഗിയാകാനായിട്ടുള്ള പരിശ്രമങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആള് എന്നുള്ളതാണ് യോഗയുക്തൻ. പരിശ്രമമായിരിക്കും യുക്തൻ. ഏതാണോ ചെയ്യുന്നത് അതിൽ പരിശ്രമിക്കുന്നതായിരിക്കും യുക്തൻ. അതെ. ഹരേ കൃഷ്ണ. മാതാജി, ഞാനത് കൂടുതൽ ആലോചിച്ചിട്ട് പറയാം. ഇപ്പൊ ക്ലാസ് തീരാറായി. നമ്മൾ ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ശരി, എല്ലാവർക്കും ഉറക്കം വരും. ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയം ഇല്ലെങ്കിൽ ഓരോ പോയിന്റ് പറഞ്ഞു നിർത്താം. മാതാജി, ജ്ഞാനാമയ മാതാജി ഒരു പോയിന്റ് പറഞ്ഞോളൂ മാതാജി. എന്നിട്ട് താമസമുണ്ട്, അടുത്ത ആളെ വിളിക്കാം. ആ രാധിക മാതാജി.
ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ ലാസ്റ്റ് പറഞ്ഞ ശ്ലോകത്തിൽ തന്നെയുള്ള അത് നമ്മള് ഭഗവാന്റെ നാമം, ആ പവിത്ര നാമം ബോധപൂർവം അല്ലാണ്ടെയും കൂടി നമ്മൾ ജപിച്ച ജ്ഞാനപ്പാണിയിലും നമ്മൾ കണ്ടു. അപ്പൊ ആ ജനിമൃതി ആ ഇതില് നമ്മള് അകപ്പെടാണ്ട് ഭഗവാന്റെ ആ ധാമത്തില് നമ്മള് ഒരിക്കലും എത്തിപ്പെടും എന്നാണ് പറയുന്നത്. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. യമുന മാതാജി. ആ, ഭഗവാൻ ഈ ഭൗതികത്തിൽ പല രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ശബ്ദരൂപത്തില് ചൈതന്യ പ്രഭുവായിട്ട് വന്നിരിക്കുന്നു, അന്നരൂപത്തിൽ വന്നിരിക്കുന്നു ഭഗവാൻ, പുസ്തകത്തിന്റെ രൂപത്തില് ഓങ്കാരമായിട്ട്, അങ്ങനെ പല രൂപത്തിൽ ഭഗവാൻ ഈ ഭൗതികത്തിൽ വന്നിരിക്കുന്നു. ഹരേ കൃഷ്ണ. എന്താണ് യമുന മാതാജി? ഹരേ കൃഷ്ണ. ഭഗവാൻ എല്ലാവരോടും ഉള്ള സ്നേഹം തുല്യമാണ്. എന്നാലും ഭഗവാന്റെ സ്വന്തം ഭക്തരോട്, അവരോട് ഒരു പ്രത്യേക സ്നേഹം ഭഗവാനുണ്ട്. ഹരേ കൃഷ്ണ മാതാജി. അപ്പം ആ സ്നേഹം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് കൊതിച്ച് കാത്തിരിക്കുക അല്ലേ? ഭഗവാന്റെ ആ ഒരു അതെ. സ്നേഹം നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മളുടെ ലക്ഷ്യവും പരമമായ ലക്ഷ്യം അതാണ്. ഭഗവാന് നമ്മളോട് സ്നേഹം തോന്നുക, നമ്മൾ എത്ര സ്നേഹിക്കുന്നതിലുപരി ഭഗവാൻ നമ്മളോട് തിരിച്ചിങ്ങോട്ട് സ്നേഹം കാണിക്കുക, അതാണ് നമ്മളുടെ ലക്ഷ്യം തന്നെ നമ്മൾ ജീവിതത്തിൽ. ഒരടി വെക്കുമ്പോ ഭഗവാൻ 10 അടി നമ്മുടെ അടുത്ത് വരും. ഹരി ബോൾ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. മാതാജിയെ കാണുന്നില്ലല്ലോ. ശശികല മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട്, ആര് എന്നെ എപ്പോഴും എന്നിൽ തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്നെ എപ്പോഴും സ്മരിക്കുന്നുവോ അവർക്ക് ഞാൻ മോക്ഷം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഭഗവാനെ നിന്ദിക്കുന്നവരെ പോലും, ദേഷ്യഭാവത്തിൽ ഭഗവാനെ സ്മരിക്കുന്നവർക്ക് പോലും ഭഗവാൻ മോക്ഷം കൊടുക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് കംസൻ, ഹിരണ്യകശിപു, രാവണൻ എന്നിവരൊക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. താങ്ക് യു മാതാജി. സബിത മാതാജി. കൃഷ്ണനാമം കൃഷ്ണ ഭഗവാന്റെ അത്ര തന്നെ അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനും നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഹരി ബോൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ? ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാന്റെ ഒപ്പം തന്നെ ശക്തവുമാണ് ഭഗവാന്റെ നാമവും. അത് തമ്മിൽ ഭിന്ന അവസ്ഥയില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു ഇതില് അതിനെ പറ്റിയിട്ട് ഒരു കഥ കേട്ടിട്ടുണ്ട് പ്രഭു. ഈ ഭഗവാനും ിനെക്കാട്ടിലും നാമം ഭഗവാന്റെ ഒന്നും കൂടി മേലെ നിൽക്കണോന്നുള്ളത്. അതെ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അല്ലേ? അതന്നെ അതന്നെ. ഞാനത് കേട്ടിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇതുപോലെ തന്നെ പാലം, മറ്റേ നമ്മുടെ ഈ എന്നാ പാലം അത്, രാമസേതു, അതായത് നമ്മുടെ ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള ആ സമുദ്രത്തിൽ കൂടെ നിർമ്മിച്ച പാലം പണിയാൻ നേരത്ത് ഭഗവാൻ ഇതുപോലെ തന്നെ നോക്കുമ്പം ഹനുമാന്റെ നിർദ്ദേശപ്രകാരം ഈ കവിശ്രേഷ്ഠന്മാരെല്ലാരും കൂടെ കൂടി ഭഗവാന്റെ മന്ത്രം ചൊല്ലിയിട്ട് കല്ലിട്ടപ്പോ അതെല്ലാം പൊങ്ങി പൊങ്ങി കിടക്കുന്നു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ തന്നെ നാമല്ലേ? അപ്പൊ ഭഗവാൻ ഒരു കല്ലിട്ട് നോക്കി കഴിഞ്ഞപ്പോ എന്താണ്, ആ കല്ല് താന്നുപോയി. സാക്ഷാൽ പരമദിവ്യോത്തമകൃഷ്ണ ഭഗവാൻ ഇട്ട കല്ല് താന്നുപോയി. ഭഗവാന്റെ ഭക്തര് ഭഗവാന്റെ നാമം ചൊല്ലി ഇട്ടപ്പോൾ ആ കല്ലൊക്കെ പൊങ്ങിക്കിടന്നു. അപ്പൊ എന്താണ് അതിന്റെ കാര്യം? ഭഗവാൻ ശക്തിയിൽ നിന്നാണ് അതിന്റെ അർത്ഥം. അല്ലല്ല, പക്ഷെ നാമത്തിനും അതിന്റെ ഒപ്പം പ്രാധാന്യം ആ ഒരു ഇതുണ്ട്. ഭഗവാന്റെ ഒപ്പം പവർ ഉണ്ട്. ഭഗവാൻ അത് എന്ത് ചെയ്യുന്നു? ആ നാമത്തിന്റെ ഇമ്പോർട്ടൻസ്, ആ നാമത്തിന്റെ പവർ, ശക്തി, ഭഗവാനേക്കാളും ശക്തി എന്നുള്ള രീതിയിൽ കാണിച്ചു തരികയാണ് നമുക്ക് അല്ലെ? ഭഗവാന്റെ നാമത്തിന്റെ ശക്തി. ഭഗവാന്റെ ഭക്തരെ ആ നാമത്തിന്റെ പവറിലാണ് ആ കല്ലിട്ടപ്പോ ആ കല്ലെല്ലാം പൊങ്ങി കിടന്നു. അപ്പൊ ഭഗവാൻ കാണിച്ചു തരികയാണ് ഭഗവാന്റെ നാമത്തിനും ഭഗവാനോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി പവർ അല്ലെങ്കിൽ ശക്തി ഉണ്ടെന്ന് കാണിച്ചു തരുവാനും നമുക്ക്. ഹരിബോൾ. ഹരേ കൃഷ്ണ. പഞ്ചകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവച്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്തകോടി വൈഷ്ണവന്തി കി ജയ്, അനന്തകോടി ആചാര്യവന്തി കി ജയ്, നമാചാര്യ ഹരിദാസ് ഠാക്കൂർ കി ജയ്. ഗൗര പ്രമാനന്ദേ. ഹരി ഹരി ബോൾ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു.